ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്ഷ്മി, താനൊരു ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അത് നടക്കുമെന്ന് തോന്നുന്നില്ലടോ, രാജീവ് പറഞ്ഞു. ഓ, അത് ഞാൻ പറയുമ്പോഴേ അറിയായിരുന്നു ഒന്നും നടക്കില്ലെന്ന്. അല്ല, ഇതിപ്പോൾ എന്താ പുതിയൊരു കാരണം? ലക്ഷ്മി ചോദിച്ചു. അത് അടുത്ത ദിവസം ഞങ്ങളൊരു ബിസിനസ് ട്രിപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. അമേരിക്കയിലേക്ക് പോകും. വരവും ചിലവും ഒക്കെ കമ്പനി നോക്കിക്കോളും. എങ്കിലും നമുക്ക് ചിലവുകൾ ഉണ്ടാകില്ലേ? ഓ, അപ്പോൾ നിങ്ങൾ പോയി അടിച്ചു പൊളിക്ക്. നമ്മുടെ പ്ലാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം, ലക്ഷ്മി പറഞ്ഞു. ഓക്കേടോ, താൻ വേണമെങ്കിൽ ഞാൻ പോയി വരുന്നവരെ തൻ്റെ വീട്ടിൽ പോയി നിന്നു, രാജീവ് പറഞ്ഞു. ഏയ്, അതൊന്നും സാരില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഇവിടെ കുറച്ച് മനസ്സമാധാനം കിട്ടും. അങ്ങോട്ട് പോയാൽ അമ്മയുടെ വക ഓരോ ചോദ്യങ്ങളാ. എന്താ കുഞ്ഞാവാത്തത്, നമ്മളതിന് ശ്രമിക്കുന്നില്ലേ എന്നൊക്കെ. ആ, അതൊന്നും താൻ കാര്യമാക്കണ്ട. പഴയ ആളുകളല്ലേ. എന്തായാലും ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാം. ശരിയടോ? ശരി ഏട്ടാ. ഇപ്പോൾ നിങ്ങൾക്ക് കഥാനായികയെ പിടികിട്ടിക്കാണും അല്ലേ? ഒരു വലിയ കമ്പനിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവായ രാജീവ് മോഹൻ്റെ ഭാര്യ ലക്ഷ്മി നായരാണ് നമ്മുടെ കഥയിലെ നായിക. നായകൻ രാജീവല്ല. ഏകദേശം 4 വർഷം മുമ്പാണ് രാജീവ് ലക്ഷ്മി വിവാഹം കഴിക്കുന്നതിൽ. ലക്ഷ്മി ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരി കുട്ടിയാണ്. ഡിഗ്രി കഴിയുന്നവരെ പ്രണയബന്ധങ്ങളൊന്നും തന്നെ അവൾക്കുണ്ടായിട്ടില്ല. ധാരാളം പ്രണയ അഭ്യർത്ഥനകൾ ഉണ്ടായെങ്കിൽ പോലും അവൾ വീട്ടുകാരോടുള്ള ഭയം മൂലം പഠനത്തോടുള്ള താല്പര്യം കൊണ്ടും അഭ്യർത്ഥനകളെല്ലാം നിരസിച്ചു. ശരിക്കും രാജീവിന് ഈ ബന്ധം ഒരു ലോട്ടറി ആയിരുന്നു. ലക്ഷ്മി നല്ല അടക്കവും ഒതുക്കവുമുള്ള, ആരെ കണ്ടാലും മോഹിച്ചു പോകുന്ന നല്ല നാടൻ പെണ്ണായിരുന്നു. അവളുടെ അഴക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. എന്നാൽ രാജീവ് ഒരു ശരാശരി യുവാവായിരുന്നു. പറയത്തക്ക ഒന്നും തന്നെ അവനില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ടിങ് ടോങ്, കോളിംബലിൻ്റെ ശബ്ദം. ലക്ഷ്മി വന്ന് വാതിൽ തുറന്നു. ആരാ? ലക്ഷ്മി ചോദിച്ചു. രാജീവില്ലേ അകത്ത്? ആ അതിഥി അവളോട് ചോദിച്ചു. ഇല്ലല്ലോ, എന്താ കാര്യം? ഞാൻ പണ്ട് രാജീവിൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആളാണ്. പേര് റഫീഖ്, അയാൾ പറഞ്ഞു. അയ്യോ, രാജീവേട്ടനില്ലല്ലോ, ഒരു ബിസിനസ് ട്രിപ്പിന് പോയിരിക്കാം. അത് പ്രശ്നമില്ല. ഞാൻ കുറേ കാലം ഗൾഫിലായിരുന്നു. ഇന്ന് നാട്ടിൽ വന്നപ്പോൾ പഴയ കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടുപോവാന്ന് കരുതി വന്നതാ. രാജീവിൻ്റെ വൈഫാണല്ലേ? ലക്ഷ്മി എന്നല്ലേ പേര്? അയാൾ ചോദിച്ചു. ആ, അതെ. എൻ്റെ പേരെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഞാൻ തന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ വെച്ച് കണ്ടിരുന്നു. ഓർമ്മയില്ലേ വിനോദിൻ്റെ? പിന്നെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഓ, ലക്ഷ്മി അയാളെ ശരിക്കും നോക്കി. അയാളുടെ ഒറ്റ നോട്ടത്തിൽ മലയാളിയാണെന്ന് തോന്നില്ല. ഒരു അറബി ലുക്കാണ്. വളരെ ആരോഗ്യവാനാണ്. 6 പാക്ക് ബോഡിയുമുണ്ട്. അയാൾ ധരിച്ച ഷർട്ടിൽ മസിലുകൾ നല്ല വ്യക്തമായി കാണാം. എന്നാൽ അതിലൊന്നും തന്നെ ലക്ഷ്മി പതറിയില്ല. എങ്കിൽ ഞാൻ പോട്ടെ, ഇനി ഒരിക്കൽ വരാം, റഫീഖ് പറഞ്ഞു. അയ്യോ, ഇവിടെ വരെ വന്നിട്ട് വിരോധമില്ലെങ്കിൽ ഒരു കപ്പ് കോഫി കുടിച്ചിട്ട് പോകാം. ആ, ആയിക്കോട്ടെ. ഷുഗർ ഒട്ടും വേണ്ടട്ടോ, ഞാൻ ഷുഗർ ഫ്രീ ഡയറ്റിലാണ്, റഫീഖ് പറഞ്ഞു. ആ, ആയിക്കോട്ടെ, കയറിയിരിക്കും. റഫീഖ് കയറി ഹോളിലെ സോഫയിലിരുന്നതും തിരിഞ്ഞടക്കുന്ന ലക്ഷ്മിയെ അവൻ നോക്കി നിന്നു. എന്നിട്ടവൻ മനസ്സിൽ പറഞ്ഞു, അയ്യോ, ഇവളെന്ത് സുന്ദരിയാ, ഒരു ഹൂറ് തന്നെ. അന്ന് കല്യാണത്തിന് വെച്ച് കണ്ടെങ്കിലും ഇവളെ നന്നായി നോക്കാൻ എപ്പോഴാണ് സാധിച്ചത്? രാജീവ് ഒരു പൊട്ടൻ തന്നെ, അവൻ്റെ ഒരു യോഗം. അതോടുകൂടി തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് ലക്ഷ്മി എന്ന ആ ചിന്ത അവൻ മറക്കാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ ഈ വരവിന് പിന്നിൽ ലക്ഷ്മിയെ കാണുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. മുമ്പ് ഒരു പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോൾ മുതൽ അവൻ്റെ മനസ്സിൽ ഒരു മിന്നലടിച്ചതാണ്. അല്പം കഴിഞ്ഞ് ഒരു കപ്പ് കോഫിയുമായി ലക്ഷ്മി എത്തി. അത് അവന് കൊടുത്ത ശേഷം എതിർവശത്തെ സോഫയിലേക്കിരുന്നു. റഫീഖ് കോഫി അല്പം നുകർന്നുകൊണ്ട്, ആഹാ, നല്ല കോഫി. കുറേ നാൾ കൂടിയാ ഇത്രയും നല്ല കോഫി കുടിക്കുന്നേ. പക്ഷേ മധുരം ചേർക്കേണ്ടെന്ന് പറഞ്ഞതല്ലേ? അയ്യോ, ഞാൻ ഒട്ടും മധുരം ചേർത്തിട്ടില്ലല്ലോ, ലക്ഷ്മി പറഞ്ഞു. ഓ, അപ്പം ഇതുണ്ടാക്കിയ ആളുടെ കൈപ്പുണ്യമായിരിക്കും,
അതും പറഞ്ഞ് അവൻ ചിരിച്ചു. എന്നാൽ ആ കമൻറ്റ് ലക്ഷ്മിക്ക് അത്ര രസിച്ചില്ല. അവളുടെ മുഖഭാവം കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. താൻ ഇതുവരെ കണ്ടിരുന്ന പോലെ ഒലിപ്പിക്കുമ്പോഴേക്കും അതിൽ വീഴുന്ന തരത്തിലുള്ള പെണ്ണല്ലേ ലക്ഷ്മി എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതവനിൽ കൂടുതൽ ആവേശം പകർന്നു. നിങ്ങളുടെ ഫാമിലിയൊക്കെ? ലക്ഷ്മി ചോദിച്ചു. ഉപ്പ ഉമ്മ അവരൊക്കെ വീട്ടിലുണ്ട്. പിന്നെ ഇത്തയുടെ കല്യാണം കഴിഞ്ഞതാ. നിങ്ങളപ്പോൾ മാരീഡ് അല്ലേ? ഏയ്, അതിനൊന്നുമുള്ള സമയം കിട്ടിയില്ല. കല്യാണത്തിൻ്റെ പ്രായത്തിലൊക്കെ വിദേശത്ത് പട്ടിപ്പണിയായിരുന്നു. പിന്നെ ഇപ്പോൾ നാട്ടിൽ ഒരു റിസോർട്ട് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ട് പോവാം. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നിക്കായിൻ്റെ കാര്യം. എങ്കിലും മനസ്സിന് പിടിച്ച ഒരെണ്ണത്തിനെ കിട്ടണ്ടേ? ഓക്കെ, എന്തായാലും ഒരു നല്ല കുട്ടിയെ കിട്ടട്ടെ, അവൾ പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി, ഞാൻ രാജുവേട്ടൻ വിളിക്കുമ്പോൾ പറഞ്ഞേക്കാം നിങ്ങൾ വന്ന കാര്യം. ആ എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇത്രയും പറഞ്ഞ് റഫീഖ് വീട്ടിൽ നിന്നും ഇറങ്ങി കാറിൽ കയറുമ്പോൾ വീടിൻ്റെ മുറ്റം വരെ തന്നെ യാത്ര അയക്കാനായി വന്നു നിൽക്കുന്ന ലക്ഷ്മിയെ മിറർ ഗ്ലാസ്സിലൂടെ നോക്കി. ആ സമയം റഫീഖിന് അവളോട് പ്രണയവും മറ്റെന്തോവും പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയിരുന്നു. റഫീഖ് പോയതിനു ശേഷം ലക്ഷ്മി രാജീവിന് ഫോൺ വിളിച്ചു. രാജീവ് കോളെടുത്തു. ഹലോ ലക്ഷ്മി, പറയടോ, എന്താ വിളിച്ചേ? രാജീവ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഏട്ടാ, വെറുതെ വിളിച്ചതാ. അവിടെ എന്താ പരിപാടി? ഞാൻ ഇന്നലെ തൊട്ട് ട്രൈ ചെയ്യായിരുന്നു, എന്തോ ബിസി ആയിരുന്നല്ലോ. എടോ ഒന്നും പറയണ്ട, ഇവിടെ നിന്ന് തിരിയാൻ ടൈമില്ല, അത്രയ്ക്ക് ബിസിയാ. ഇപ്പോഴാ ഒന്ന് ഫ്രീ ആയത്. ഏട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, ഞാനിവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് സ്റ്റോളിൽ നിന്നും സാൻഡ്വിച്ച് കഴിച്ചു. നീ വല്ലതും കഴിച്ചോ? രാജീവ് ചോദിച്ചു. ഒന്നും കഴിക്കാൻ തോന്നില്ല. എനിക്ക് വേണ്ടി മാത്രമായിട്ട് കുക്ക് ചെയ്യാനും തോന്നില്ല. കുറച്ച് കഴിഞ്ഞ് വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. ആ എങ്കിൽ ശരിയോടോ, ഞാനിവിടെ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. താൻ ആഹാരം കഴിച്ചിട്ടില്ലെന്നറിഞ്ഞിട്ടും തനിക്ക് ഏകാന്തതയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടും തൻ്റെ ഭർത്താവ് അതേപ്പറ്റി കൂടുതലൊന്നും തിരക്കാത്തതുമെല്ലാം അവളെ വേദനിപ്പിച്ചുവെങ്കിലും ഇപ്പോൾ അതെല്ലാം അവൾക്ക് ശീലമാണ്. ഫോൺ കട്ട് ചെയ്യാൻ പോയ രാജീവിനോട് അവൾ തിടുക്കത്തിൽ പറഞ്ഞു. അയ്യോ ഏട്ടാ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഏട്ടൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ തിരക്കി വന്നായിരുന്നു. കൂട്ടുകാരനോ? അതാരാ? രാജീവ് ചോദിച്ചു. റഫീഖ് എന്ന അയാളുടെ പേര് പറഞ്ഞത്. മുമ്പ് ഏട്ടൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താണെന്നും പറഞ്ഞു. അവനോ? ഇപ്പോൾ കുറേ കാലമായി ഞാനും അവനും ഒരു കോണ്ടാക്റ്റുമില്ല. ഇപ്പോൾ പെട്ടെന്ന് അവൻ എങ്ങനെയാ എന്നെ ഓർമ്മ വന്നത്? രാജീവ് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ആളിവിടെ വന്ന് ഒരു കപ്പ് കാപ്പിയും കുടിച്ചിറങ്ങി ഇന്ന് രാവിലെ. വല്ല ക്യാഷ് ചോദിക്കാനോ മറ്റും ആവും, രാജീവ് പറഞ്ഞു. ആൾ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ തോന്നിയില്ല. വിദേശത്തായിരുന്നു കുറേ കാലം. ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായി സ്വന്തം സിറ്റിയിൽ റിസോർട്ട് വാങ്ങിയെന്ന കേട്ടത്. അവനോ? ഇത്രയും വേഗം അവൻ എങ്ങനെ ഈ നിലയിലെത്തി? അവന് വിദേശത്ത് വല്ല കള്ളക്കടത്തും ഉണ്ടായിരുന്നോ? ആർക്കറിയാം. ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്തിനാ, ലക്ഷ്മി പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ വെക്കുക. ശരി ഏട്ടാ. ഫോൺ വെച്ച ഉടനെ രാജീവ് ലക്ഷ്മി റഫീഖിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു. അവൻ്റെ മനസ്സിൽ അസൂയ പൊട്ടിമുളച്ചു. രാജീവിനെന്നും വേറെന്തിനേക്കാളും ആർത്തി പണത്തിനോടായിരുന്നു. പണ്ട് ഇതേ റഫീഖ് തയ്യാറാക്കിയ പ്രൊജക്റ്റ് അവൻ പോലും അറിയാതെ കൈക്കലാക്കി ജോലിയിൽ പ്രൊമോഷൻ നേടിയെടുത്തവനാണ് രാജീവ്. ഇതറിഞ്ഞതുകൊണ്ടാണോ അല്ലയോ എന്ന് അവനറിയില്ല. എന്തായാലും മാസങ്ങൾക്ക് ശേഷം റഫീഖ് ജോലി രാജിവെക്കുകയും ചെയ്തിരുന്നു. രാജീവ് ആലോചനകളിൽ മുഴുകി നിൽക്കെ പിറകിൽ നിന്നും ഒരു കൈ അവൻ്റെ കണ്ണുകളെ മറച്ചു. മരിയ, വാടോ. അതും പറഞ്ഞ് അവൻ അവളെ മുന്നിലേക്ക് നിർത്തി. അവൾ ഒരു മോഡേൺ പെൺകുട്ടിയാണ്. കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള കൂട്ടത്തിലാണ്. കാണാനും സ്മാർട്ടാണ്. എന്താ സാർ ഇത്ര ആലോചിക്കുന്നേ? മരിയ ചോദിച്ചു. ഒന്നുമില്ലടോ. അതും പറഞ്ഞ് രാജീവ് അവളുടെ അടുത്തേക്ക് നീങ്ങി. ഏതാടോ ഈ പുതിയ പെർഫ്യൂം? കൊള്ളാലോ, രാജീവ് ചോദിച്ചു. അത് കേട്ടതും അവൾ കുറച്ചുകൂടി രാജീവിൻ്റെ അടുത്തേക്ക് വന്നു. അത് കണ്ട് അവൻ പറഞ്ഞു. ഇപ്പോൾ വേണ്ടടോ, നമ്മൾ വന്ന കാര്യം ആദ്യം കഴിയട്ടെ.
സാറിൻ്റെ ഇഷ്ടം പോലെ. ഈ ബിസിനസ് ട്രിപ്പിൽ എൻ്റെ ഒരു ആവശ്യമില്ലെന്നറിഞ്ഞിട്ടും സാർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതിനു വേണ്ടി തന്നെയല്ലേ? മരിയ ചോദിച്ചു. ആ, എന്തായാലും വന്നതുകൊണ്ട് തനിക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല കേട്ടോ. പോരാത്തതിന് ലാഭവും ഉണ്ടാവും. പിന്നെ നീ എൻ്റെ റൂമിലേക്ക് വരുന്നതും വേറെ ആരും കണ്ടില്ലല്ലോ? ഏയ് ഇല്ല, ആരും കണ്ടിട്ടില്ല. ഈ സാറിന് എന്ത് പേടിയാ? നിനക്കത് പറയാം. എൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാവുന്നതല്ലേ. ഞാൻ മാരീഡാണ്. അതിനെന്താ സാറേ, സാറിനിപ്പോഴും എന്നെയല്ലേ ഇഷ്ടം? അവർ സാറിന് ഇതറിഞ്ഞിട്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒളിച്ചു കളി അവസാനിപ്പിച്ച് അങ്ങ് ജീവിതം സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എടോ, ഇതൊന്നും താൻ പറയുന്ന പോലെ അത്ര ഈസിയല്ല. ഇതെല്ലാം എൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഡിവോഴ്സൊക്കെ ചെയ്താൽ അവൾക്ക് കുറേ ക്യാഷ് ഞാൻ കൊടുക്കേണ്ടി വരും നഷ്ടപരിഹാരമായി, രാജീവ് പറഞ്ഞു. ഓ, അപ്പം ഇത് എല്ലാ കാലത്തും ഒരു സീക്രട്ട് റിലേഷൻഷിപ്പായി കൊണ്ടുവരാനാണോ സാറിൻ്റെ പ്ലാൻ? ഹാ, താൻ ഡെസ്പാകല്ലേ. നമുക്കെല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കാം. ഈ സമയം രാജീവിൻ്റെ വീട്ടിൽ. ഈ പനിക്ക് വരാൻ കണ്ടൊരു സമയം. എവിടെയാണെങ്കിൽ ഒരു ടാബ്ലറ്റും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ലക്ഷ്മി പറഞ്ഞു. പെട്ടെന്നാണ് മുറ്റത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത്. അവൾ പുറത്തേക്കിറങ്ങി. പരിചയമില്ലാത്ത ബ്ലാക്ക് കളർ മഹേന്ദ്രയുടെ താർ വരുന്നത് കണ്ട് അതിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ ലക്ഷ്മി നോക്കി നിന്നു. ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒരാൾ നടന്നു വരുന്നു. അത് റഫീഖായിരുന്നു. അവൾ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടു. ഹലോ ലക്ഷ്മി, എന്താടോ താൻ ഇങ്ങനെ നോക്കുന്നേ? ലക്ഷ്മിക്ക് അപ്പോഴാണ് താൻ ആളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ബോധം വന്നത്. ആ, നിങ്ങളോ? എന്താ വീണ്ടും വന്നത്? അതെന്താടോ, ഞാൻ വന്നത് തനിക്ക് ബുദ്ധിമുട്ടായോ? എനിക്ക് വഴി പോയിട്ട് ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ രാജുവിൻ്റെ നമ്പർ വാങ്ങാൻ പറ്റിയില്ലായിരുന്നു. എൻ്റെ കയ്യിൽ പഴയ നമ്പറാണ് ഉള്ളത്. അത് ഇപ്പോൾ നിലവിലുമില്ല. ലക്ഷ്മിക്ക് അയാൾ പറയുന്നത് കേട്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയെങ്കിലും അവൾ നമ്പർ പറഞ്ഞു കൊടുത്തു. ഓക്കെ, താങ്ക്സ് ഡോ. അവൻ അവളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി. അവളാകെ വിളറിയിരിക്കുകയായിരുന്നു. എടോ ലക്ഷ്മി, താൻ ഓക്കെ അല്ലേ? മുഖം കണ്ടിട്ട് എന്ത് സുഖമില്ലാത്ത പോലെ ഉണ്ടല്ലോ. ലക്ഷ്മിക്ക് അത് കേട്ട് ആശ്ചര്യം തോന്നി. താൻ സുഖമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ സ്വന്തം ഭർത്താവായ രാജീവിനോട് പറഞ്ഞാൽ പോലും അതൊന്നും അയാൾ ഗൗനിക്കാറില്ല. എന്നാൽ എങ്ങനെയാ ഒരാൾ താൻ പറയാതെ തന്നെ തൻ്റെ മുഖം വായിച്ചറിയുന്നത്? ഏയ് ഒന്നുമില്ല, ഒരു ചെറിയ പനി, അവൾ പറഞ്ഞു. ആണോ? എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ? റഫീഖ് ചോദിച്ചു. അതിന് മാത്രം പനിയൊന്നുമില്ല, തനിയെ മാറിക്കോളും. വിരോധമില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പൊക്കോളൂ, ലക്ഷ്മി പറഞ്ഞു. ശരി, എങ്കിലായിക്കോട്ടെ. ഇത്രയും പറഞ്ഞ റഫീഖ് ഇറങ്ങാൻ ഒരുങ്ങുന്നതിന് പിറകെ ലക്ഷ്മിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്ന് വീഴാൻ പോയ അവളെ റഫീഖ് താങ്ങി പിടിച്ചു. അവളെ അവൻ സിറ്റ് ഔട്ടിലിരുത്തി അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചു. പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത ലക്ഷ്മി നീട്ടി എഴുന്നേറ്റു. ലക്ഷ്മി, ഞാൻ പറഞ്ഞില്ലേ തനിക്ക് തീരെ വയ്യ. വാ, ഹോസ്പിറ്റലിൽ പോവാം. എൻ്റെ കൂടെ വരാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ടാക്സി ചാർജ് തന്നാൽ മതി. ഇങ്ങനൊരാളെ തനിച്ചാക്കി പോയാൽ എനിക്കൊരു സമാധാനവും കാണില്ല. അതുകൊണ്ടാ, പ്ലീസ് ഡോ, വാ. ശരി, ഓക്കെ, ഞാനൊന്ന് ഡ്രസ് ചേഞ്ചാക്കി വരാം, ലക്ഷ്മി പറഞ്ഞു. റഫീഖ് പുറത്ത് ലക്ഷ്മിയുടെ വരവും കാത്തിരുന്നു. 5 മിനിറ്റിന് ശേഷം ഒരു മഞ്ഞ കളർ ചുരിദാറും ധരിച്ച് ലക്ഷ്മി വന്നു. ഓ, ഇതെന്താ ഹോറിയോ? രാജുവിൻ്റെ ഒരു ഭാഗ്യം, റഫീഖ് മനസ്സിൽ പറഞ്ഞു. പോകാം, ലക്ഷ്മി ചോദിച്ചു. റഫീഖ് അവൾക്കായി വണ്ടി ഡോർ തുറന്നു കൊടുത്ത് വണ്ടി ഹോസ്പിറ്റലിലേക്ക് എടുത്തു. ലക്ഷ്മി, ഞാനും വന്നോട്ടെ? എന്തായാലും എനിക്ക് വേറെ തിരക്കൊന്നുമില്ല. വേണ്ട റഫീഖ്, നിങ്ങളിപ്പോൾ തന്നെ എനിക്ക് കുറേ ബുദ്ധിമുട്ടി. ലക്ഷ്മി, അതിന് ഞാൻ ഇതൊന്നൊരു ബുദ്ധിമുട്ടായി കരുതുന്നില്ലടോ. ഇപ്പോൾ ഇയാൾ ഡോക്ടറെ കണ്ടാൽ അഡ്മിറ്റ് ആണെന്നൊന്നും പറഞ്ഞാൽ കൂടെ ഒരാളുള്ളത് നല്ലതല്ലേ? ഞാൻ തന്നെ വീട്ടുകാർ വരുന്നവരെ ഇവിടെ ഇരുന്നോളാം. ഇത് കേട്ടതും ലക്ഷ്മി ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി നിന്നു. വാ, പോകാം, റഫീഖ് പറഞ്ഞു. ലക്ഷ്മി അവൻ്റെ പിറകെ നടന്നു. അങ്ങനെ റഫീഖും ലക്ഷ്മിയും ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് കയറി. ഡോക്ടർ, റഫീഖ് വിളിച്ചു. ആ, കയറി വരൂ. എന്തു പറ്റി? ഡോക്ടർ ചോദിച്ചു.
ആൾക്ക് നല്ല പനിയുണ്ട്. കുറച്ചു മുമ്പ് തലചുറ്റലും ഉണ്ടായിരുന്നു. ഡോക്ടർ പരിശോധിച്ച ശേഷം പറഞ്ഞു, നിങ്ങൾ പേഷ്യൻ്റെ ഹസ്ബൻഡ് അല്ലേ? അത് കേട്ടതും ലക്ഷ്മി പെട്ടെന്ന് നെട്ടി. എന്നാൽ റഫീഖിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. യെസ് ഡോക്ടർ, റഫീഖ് പറഞ്ഞു. ലക്ഷ്മി തിരുത്താനൊരുങ്ങിയതും റഫീഖ് അവളുടെ കയ്യിൽ പിടിച്ചു. പേടിക്കേണ്ട, ഡീഹൈഡ്രേഷൻ ആയതാണ്. ട്രിപ്പ് ഇടേണ്ടി വരും. നിങ്ങൾ വൈഫിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലേ? ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഡോക്ടർ ചോദിച്ചു. അതെങ്ങനെയാ ഡോക്ടർ? പറഞ്ഞാൽ കേൾക്കണ്ടേ? ഞാനവളോട് ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, വെള്ളം കുടിക്കണമെന്നും ഫുഡ് ടൈമിൽ കഴിക്കണമെന്നും. ഒരു ശ്രദ്ധയുമില്ല. ലക്ഷ്മിക്ക് ഇതൊക്കെ കേട്ട് എന്താ പറയേണ്ടെന്നറിയാതെ പതറി നിന്നു. ലക്ഷ്മിയെ ട്രിപ്പ് ഇടാനായി കയറ്റി. റഫീഖ് അവളുടെ അടുത്ത് വന്നിരുന്നു. അവൾക്കായി കഴിക്കാൻ മീറ്റ് കുടിക്കാൻ വെള്ളവുമായി വന്നു. ആരുമല്ലാഞ്ഞിട്ട് പോലും റഫീഖ് അവൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം അവളുടെ സ്വന്തം ഭർത്താവ് ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കാര്യം ഞാൻ ഇന്നലെ രാജീവേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ലക്ഷ്മി പറഞ്ഞു. ആണോ? എന്നിട്ട് അവനെന്താ പറഞ്ഞേ? എന്നെ ഓർമ്മയില്ല അവന്? റഫീഖ് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞപ്പോൾ തന്നെ ആളെ പിടികിട്ടി. ഇപ്പോൾ കുറേയായി നിങ്ങളോട് മിണ്ടിയിട്ടെന്ന് പറഞ്ഞു. അത് ശരിയാ. അല്ല, അവൻ എന്തിൻ്റെ കേടാ തന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് അവിടെ പോയി കിടക്കുന്നേ? കൂടെ കൊണ്ട് പോയിക്കൂടായിരുന്നോ? അത് ബിസിനസ് ട്രിപ്പല്ലേ, അറിയാലോ. ജോലിയുടെ കാര്യത്തിൽ ആൾ സ്ട്രിക്റ്റാണ്. ഇതാ പറയണേ, എറിയാൻ അറിയാത്തവൻ്റെ കയ്യിൽ പടി കിട്ടിയാലുള്ള പ്രശ്നം. റഫീഖ് ഒന്ന് പിറുപിറുത്തു. എന്താ, എന്തെങ്കിലും പറഞ്ഞോ? ലക്ഷ്മി ചോദിച്ചു. ഏയ് ഇല്ല. അതെ, ഇയാൾക്ക് വിഷമമായില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? റഫീഖ് അവളോട് ചോദിച്ചു. എന്താ? നിങ്ങൾ കുഞ്ഞിന് വേണ്ടി നോക്കുന്നില്ലേ? അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയുടെ മുഖം വല്ലാതെയായി. ചോദിക്കണ്ടായിരുന്നുവെന്ന് റഫീഖിന് തോന്നി. അയ്യോ ലക്ഷ്മി, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇയാളൊന്നും പറയണമെന്നില്ല. ഈ ചോദ്യമൊക്കെ ഇപ്പോൾ കേട്ടു മടുത്തു. അവൾ പറഞ്ഞു. നിങ്ങൾ ടെസ്റ്റ് ചെയ്തില്ലേ? അത് ചെറിയൊരു മെഡിക്കൽ ഇഷ്യൂ ഉണ്ട്, ലക്ഷ്മി പറഞ്ഞു. ഓ, ആർക്കാ? ഇയാൾക്കാണോ? അല്ല, ഏട്ടന്. ട്രീറ്റ്മെൻ്റ് ഉണ്ട്, മെഡിസിൻസ്, പിന്നെ വർക്കൗട്ടും. ഇതൊന്നും വേറെ ആർക്കും അറിയില്ല. ഇനി നിങ്ങളായി വേറെ ആരോടും പറയരുത്, ലക്ഷ്മി പറഞ്ഞു. ഏയ് ഒരിക്കലുമില്ല. ഇത്രയും ദുഃഖത്തിലൂടെയാണ് ഇയാൾ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. റഫീഖ് പുറമെ സങ്കടം നടിച്ചെങ്കിലും ഉള്ളിൽ സന്തോഷിക്കായിരുന്നു. അപ്പോഴേക്കും ട്രിപ്പിട്ട് തീർന്നിരുന്നു. ട്രിപ്പിട്ട ശേഷം വേഗം തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി. ഹോസ്പിറ്റലിൽ ബില്ലെല്ലാം റഫീഖ് തന്നെ അടച്ചിരുന്നു. പോകുന്ന വഴിക്ക് ലക്ഷ്മി ചോദിച്ചു, നിങ്ങളെന്തിനാ എൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞത്? അത് പിന്നെ അയാൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ എങ്ങനെയാ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയാം. ഡോക്ടർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കില്ലേ? എന്തായാലും അങ്ങനെ പറയണ്ടായിരുന്നു, ലക്ഷ്മി പറഞ്ഞു. അപ്പോഴേക്കും വീടെത്തിയിരുന്നു. ലക്ഷ്മി ഇറങ്ങി. താങ്ക്സ്, എനിക്ക് വേണ്ടി ഇതുപോലൊന്നും ആരും ഇതുവരെ ചെയ്തു തന്നിട്ടില്ല, ലക്ഷ്മി പറഞ്ഞു. എന്തിനാടോ താങ്ക്സ് ഒക്കെ? എനിക്കാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കാനും ഇപ്പോൾ ആരുമില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുമില്ല. ശരി, ഞാൻ പോട്ടെ. ആ ശരിയടോ. ഇതും പറഞ്ഞ് ലക്ഷ്മി തിരിഞ്ഞു നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ആ പപ്പായ റഫീഖ് കണ്ടത്. അവൻ അവിടേക്ക് തന്നെ നോക്കി നിന്നു. ഉഫ്, എന്താ ഇത്? എനിക്ക് ഇന്ന് വേറൊന്നും വേണ്ട. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും മടങ്ങി. കഴിഞ്ഞ ദിവസം കഴിഞ്ഞുപോയ കാര്യങ്ങളോർത്ത് ഫോണിൽ കുക്കിംഗ് വീഡിയോ കാണുകയാണ് ലക്ഷ്മി. അവൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പരിഗണനയും കെയറിങ്ങുമെല്ലാം ഇന്നവൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. അവൾ മനസ്സിലോർത്തു, അയാൾ എന്തിനു വേണ്ടിയാവും ഇത്രയും തിരക്കുകൾക്കിടയിലും എന്നെ പരിചരിച്ചത്, അത്രയും സമയം കൂടെ നിന്നത്? മറ്റു തിരക്കുകൾ ഒന്നുമില്ലെന്നും ഇന്നലെ മൊത്തം ഫ്രീ ആണെന്ന് അയാൾ പറഞ്ഞെങ്കിലും അയാൾ വലിയ ബിസിനസ്സുകാരനല്ലേ, അപ്പോൾ തിരക്കില്ലാതെ ഇരിക്കുമോ? എന്തായാലും രാജീവേട്ടനെ ഒന്ന് വിളിച്ചാലോ? കൂട്ടത്തിൽ ഇതും പറയാം. അവൾ അതും ആലോചിച്ച് ഫോൺ എടുത്ത് രാജീവിനെ വിളിച്ചു. റിങ് ഉണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തില്ല. ഉറങ്ങായിരിക്കും, ശല്യം ചെയ്യണ്ട, ഉറങ്ങിക്കോട്ടെ. ഇനി എന്തായാലും ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എടുക്കാം, അങ്ങോട്ട് ഇനി വിളിക്കണ്ട, അവൾ മനസ്സിൽ കരുതി.
ലക്ഷ്മി രാജീവിൻ്റെ കോളിനായി അന്ന് മുഴുവൻ കാത്തിരുന്നു. എന്നാൽ അതുണ്ടായില്ല. തനിക്ക് വേണ്ടി അന്യായ ഒരാൾ അയാളുടെ ജീവിതത്തിലെ വിലക്കപ്പെട്ട മണിക്കൂറോളം തനിക്ക് വേണ്ടി നീക്കി വെച്ചിട്ടും തൻ്റെ ഭർത്താവിന് തനിക്ക് വേണ്ടി വെറും 5 മിനിറ്റ് പോലും ബാക്കി വെക്കാൻ സാധിക്കാത്തതിൽ അവൾക്ക് അതിയായ നിരാശയുണ്ടായി. അവൾ പെട്ടെന്ന് തന്നെ മറ്റു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അടുക്കളയിൽ പോയി മുടി കെട്ടിവെച്ച് ദോശ ചുട്ടു. രാജീവില്ലാത്തതുകൊണ്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കാനോ ചട്നി വെക്കാനോ അവൾ കൂട്ടാക്കിയില്ല. ദോശയിൽ പഞ്ചസാരയിട്ട് അവൾ 2 ദോശ കഴിച്ചു. അവൾക്ക് ആരോടെങ്കിലും സംസാരിക്കണം എന്ന തോന്നലുണ്ടായി. അപ്പോഴാണ് അവളുടെ ഇളമയെക്കുറിച്ച് അവൾ ഓർത്തത്. തൻ്റെ 20-ാം വയസ്സിൽ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതിൽ പിന്നെ അവൾക്കൊരു സഹായം ഉണ്ടായിരുന്നത് അവളുടെ ഇളയമ്മ മാത്രമാണ്. കുറേ നാൾ അവൾ ഇളയമ്മയുടെ വീട്ടിലായിരുന്നു താമസം. പിന്നീട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവർക്ക് താനൊരു ഭാരമാവരുത് എന്ന ചിന്തയോടെ സ്വയം അവിടെ വിടുകയായിരുന്നു. ലക്ഷ്മിയെ പറഞ്ഞഴക്കാൻ അവർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എങ്കിലും അവസാനം ലക്ഷ്മിയുടെ നിർബന്ധത്തിന് അവർ വഴങ്ങുകയായിരുന്നു. അവിടെ നിന്ന് മാറിയ ശേഷം അവൾ കുറേ കാലം ഒരു സ്ത്രീയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്നു. ഇളയമ ഇളയച്ചൻ്റെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവളുടെ വിവാഹം നടത്തിയതും. എന്നാൽ വിവാഹത്തോടനുബന്ധിച്ചുള്ള ചിലവുകൾക്കും സ്ത്രീധനത്തിനുമായി അവർക്ക് അവളുടെ തറവാട് വിൽക്കേണ്ടി വന്നു. ഇപ്പോൾ അവർക്ക് കയറി ചെല്ലാൻ ഒരു വീട് പോലും സ്വന്തമായില്ല. കല്യാണത്തിന് മുമ്പ് സാമ്പത്തികമായി പിറകിൽ നിന്നിരുന്ന രാജീവിന് വിവാഹശേഷമാണ് ഉയർച്ച ഉണ്ടാവുന്നതും. അല്ലായിരുന്നെങ്കിൽ സിനിമ നടികളെ വെല്ലുന്ന സൗന്ദര്യമുള്ള ലക്ഷ്മിയേക്കാൾ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന പെണ്ണിനായിരിക്കും രാജീവ് മുൻതൂക്കം കൊടുക്കുക. ലക്ഷ്മി ഫോൺ എടുത്തുകൊണ്ട് തൻ്റെ ഇളയമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ. ആ ഹലോ മോളെ, എത്ര നാളായി നീ ഇങ്ങോട്ട് വിളിച്ചിട്ട്? നിനക്ക് സുഖമാണോ? ഇളയമ്മ ചോദിച്ചു. ആ സുഖമായിട്ടിരിക്കുന്ന ഇളയമ്മേ, അവിടെ എല്ലാവർക്കും സുഖമല്ലേ? രോഹിണിയും വിദ്യയും എന്തെടുക്കുന്നു? ഇളയമ്മയുടെ മക്കളും ലക്ഷ്മിയുടെ അനിയത്തിമാരാണ്. അവർക്കെല്ലാം സുഖാടി. നിനക്കൊന്ന് ഇങ്ങോട്ടേക്ക് വന്നൂടെ രാജീവിനെയും കൂട്ടിക്കൊണ്ട്? ഇളയമ്മ ചോദിച്ചു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അമ്മേ, രാജീവിന് സമയം കിട്ടണ്ടേ? ആൾക്കെപ്പോഴും തിരക്കാം. ഇപ്പോൾ തന്നെ ആൾ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ബിസിനസ് ട്രിപ്പിന്. ആഹാ, എന്നിട്ട് നീ കൂടെ പോയില്ലേ? ഇല്ല, എനിക്കതിന് എവിടെയാ പാസ്പോർട്ട്? ഇതൊക്കെ നിനക്ക് എടുത്തു വെച്ചൂടെ പെണ്ണെ? ഇളയമ്മ ചോദിച്ചു. കേരളം വിട്ട് ആകെ കൂടി തമിഴ്നാട്ടിൽ മാത്രം പോയിട്ടുള്ള എനിക്ക് എന്തിനാ ഇളയമ പാസ്പോർട്ട്? ഇപ്പോൾ തന്നെ ഒരു 3-4 ട്രിപ്പിന് വേണ്ടി കെഞ്ചി തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇപ്പോൾ അമേരിക്കയുടെ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞ് വീണ്ടും അത് മുടക്കി. അല്ല, അപ്പോൾ നീ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ? അതെ ഇളയമ്മേ. ആണോ? എന്നാൽ പിന്നെ നിനക്ക് ഇങ്ങോട്ട് പോന്നൂടായിരുന്നോ? ഏയ്, അത് സാരമില്ല. ആൾ പറഞ്ഞതാ വേണമെങ്കിൽ ആളുടെ വീട്ടിൽ പോയി നിൽക്കാൻ. എനിക്കിപ്പോൾ തൽക്കാലം ഇവിടെ തന്നെ നിന്നാൽ മതി. പഴയ പോലെ പേടിയൊന്നുമില്ല. ഇങ്ങനൊരു പെണ്ണ്. പിന്നെ മോളെ, ഞാൻ നിന്നോട് ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നില്ലേ? രോഹിണിക്കിപ്പോൾ പ്രായം 22ആയി. അവൾക്ക് യോജിച്ച ഒരു കാര്യം ഒത്തു വന്നിട്ടുണ്ട്. അവൾക്കും പയ്യനെ ഇഷ്ടമായി. നീ ഒന്ന് രാജുവിനോട് സംസാരിക്കണം. കടമായിട്ട് കുറച്ച് പൈസയുടെ കാര്യം, പലിശയ്ക്ക് കുറച്ച് പണവും എടുക്കാം. പിന്നെ ലോണായിട്ടും കുറച്ച് പണവും എടുക്കാം. പിന്നെ ഇവളുടെ താഴെയും ഒരു പെണ്ണ് നിൽക്കല്ലേ. അതിളയമ്മേ, ഞാൻ സംസാരിച്ച് നോക്കാം. അവള് എൻ്റെയും കൂടി അനിയത്തിയല്ലേ. രാജീവേട്ടൻ സഹായിക്കാതിരിക്കില്ല, ലക്ഷ്മി പറഞ്ഞു. തൻ്റെ ഇളയമ്മ ആദ്യമായിട്ടാണ് ലക്ഷ്മിയോട് ഒരു സഹായം ആവശ്യപ്പെടുന്നത്. അതെങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. കടായിട്ട് മതി മോളെ, ഒരു 2 വർഷത്തിനുള്ളിൽ അത് നമുക്ക് തിരിച്ചു കൊടുക്കാം. ശരി ഇളയമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ആ എങ്കിൽ ശരി മോളെ. ഇതും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. ലക്ഷ്മി ആലോചിച്ചു ഈ കാര്യം എങ്ങനെ രാജീവേട്ടനോട് ചോദിക്കുമെന്ന്. ക്യാഷിൻ്റെ കാര്യത്തിൽ കടംപിടുത്തക്കാരാണ് രാജീവ്. ആർക്കും ഒരു ചില്ലറ പോലും വെറുതെ കൊടുക്കില്ല. എന്തായാലും നല്ല സമയം വരട്ടെ, ചോദിക്കാം. ഇത് മൂർത്തുകൊണ്ട് അവൾ റൂമിൽ കിടക്കുമ്പോഴാണ് വീട്ടിലെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം മുഴങ്ങുന്നത്. ഈ നേരത്ത് ഇതാരാ ഇത്? അവൾ സ്വയം പിറുപിറുത്തു. അവൾ ചെന്ന് ഡോർ തുറന്നു. മുന്നിൽ വീണ്ടും വന്നിരിക്കുകയാണ് താൻ കുറച്ചു മുമ്പ് കൂടി മനസ്സിലാലോചിച്ച മനുഷ്യൻ.
ബോഡി ഫിറ്റായ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് വേഷം. അവൻ്റെ താടി ശരിക്കും ഡ്രം ചെയ്ത് ഷേപ്പായിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ പെർഫ്യൂമിൻ്റെ മണം അവൾക്ക് നല്ല രീതിയിൽ ബാധിച്ചിരിക്കുന്നു. മുമ്പ് 2 തവണ കണ്ടപ്പോഴും ഇതേ സ്മെല്ല് അവൾക്ക് കിട്ടിയിരുന്നു. എന്താ ഇപ്പോൾ വീണ്ടും? റഫീഖിനെ കണ്ടതും ലക്ഷ്മി ചോദിച്ചു. ഏയ് ഒന്നുമില്ല ലക്ഷ്മി, ഇങ്ങോട്ടേക്ക് വേണ്ടി തന്നെ ഇറങ്ങിയതാ. ഇയാളെ ഒന്ന് കാണണമെന്ന് കരുതി. എന്നെയോ? എന്തിന്? അതിവിടെ വേറെ ആരും ഇല്ലല്ലോ. മിഞ്ഞാന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരറിവും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി വന്നതാ. ലക്ഷ്മി വീണ്ടും റഫീഖിനെ സംശയത്തോടെ നോക്കി. ശരി, അകത്തേക്കിരിക്കാം. ആ ആയിക്കോട്ടെ. ലക്ഷ്മി അവനെ ഹോളിലേക്ക് കൊണ്ടുപോയി. ഇരിക്ക്, ലക്ഷ്മി പറഞ്ഞു. അന്നങ്ങനെ ഉണ്ടായിൽ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? റഫീഖ് ചോദിച്ചു. ഏയ് ഇല്ല, എനിക്ക് മുമ്പും ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു ക്ഷീണമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, ലക്ഷ്മി പറഞ്ഞു. ഇയാളുടെ വീടിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? റഫീഖ് ചോദിച്ചു. ഇപ്പോൾ അങ്ങനെ പറയാൻ മാത്രം ആരുമില്ല. അച്ഛനും അമ്മയും എൻ്റെ 20-ാം വയസ്സിൽ പോയി. പിന്നെ ആകെയുള്ളത് ഇളയമ്മയാണ്. ഓ സോറി, ഞാൻ ചോദിച്ചത് തനിക്ക് ബുദ്ധിമുട്ടായോ? ഏയ് സാരമില്ല, അവർ മരിച്ചിട്ടിപ്പോൾ 9 വർഷമായി കാണും. കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ, ലക്ഷ്മി പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ വേദന എനിക്ക് മനസ്സിലാവും. ജീവിതത്തിൽ പലതവണ അത് ഞാൻ അനുഭവിച്ചതാണ്. അല്ലെങ്കിലും ജീവിതത്തിൽ എല്ലാവരും വേണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, ലക്ഷ്മി പറഞ്ഞു. റഫീഖ് അവളെ മൊത്തത്തിലൊന്ന് നോക്കി. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, എന്തൊരു മൊഞ്ച ഇവളെ കാണാൻ. അതിലും നല്ല സ്വഭാവവും ഉണ്ട്. ഇവളെ എനിക്ക് തന്നെ തരണേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. സോറി, ഞാൻ ചോദിക്കാൻ മറന്നു. കുടിക്കാൻ എന്താ വേണ്ടേ? ലക്ഷ്മി ചോദിച്ചു. റഫീഖ് പെട്ടെന്ന് നെട്ടി. എന്നിട്ട് പറഞ്ഞു, ആ എന്തായാലും മതി. എങ്കിൽ ജ്യൂസ് എടുക്കട്ടെ? ആ ആയിക്കോട്ടെ. അതും പറഞ്ഞ് ലക്ഷ്മി അടുക്കളയിലേക്ക് പോയി. റഫീഖിന് ആകെ ആശയക്കുഴപ്പമായി. റഫീഖ് മനസ്സിലാലോചിച്ചു, അങ്ങോട്ട് പോകണോ? വേണ്ട, തെറ്റിദ്ധരിച്ചാലോ? അല്ലെങ്കിലും അവളെ ഒന്ന് കണ്ടെന്ന് വെച്ച് എന്താവാനാ? ഒന്ന് പോയി നോക്കാം. റഫീഖ് അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് മാങ്ങ നുറുക്കി മിക്സിയിലേക്ക് ഇടുകയാണ് ലക്ഷ്മി. റഫീഖിൻ്റെ കണ്ണു വീണ്ടും ആ പപ്പായിലേക്ക് പോയി. പിന്നെ റഫീഖിന് നിയന്ത്രണം കിട്ടിയില്ല. അവൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. ഒരൊറ്റ അടിയായിരുന്നു ലക്ഷ്മി അവൻ്റെ കവിളത്ത്. പിന്നീട് നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് റഫീഖിന് തോന്നിയത്. ഇറങ്ങിപ്പോടോ എൻ്റെ വീട്ടിൽ നിന്ന്. ഇനി എൻ്റെ വീടിൻ്റെ പടി ചവിട്ടിപ്പോകരുത്. ലക്ഷ്മിയുടെ വാക്കുകൾ അവനെ കുത്തി നോവിച്ചു. അവൻ തിരികെ നടന്നു പോകും വഴി മനസ്സിലോർത്തു, ഒന്നും വേണ്ടിയിരുന്നില്ല. അവൻ ഒരിക്കലും ഇങ്ങനൊരു പ്രതികരണം പ്രതീക്ഷിച്ചതല്ല. അവൻ തിരികെ കാറിലേക്ക് ചെന്ന് കയറി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനൊരു അനുഭവം. അവൻ തൻ്റെ കാറിലെ മിറർ ഗ്ലാസ്സിൽ നോക്കിയപ്പോൾ മുഖത്ത് അടികൊണ്ട പാടുണ്ട്. അവൾ അവൻ്റെ വണ്ടി എടുത്ത് തിരികെ അവൻ്റെ വീട്ടിലേക്ക് പോയി. ലക്ഷ്മിക്ക് അപ്പോഴും നടന്ന കാര്യത്തിൻ്റെ നെട്ടൽ വിട്ടുമാറിയിട്ടില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ മനസ്സിലാലോചിച്ചു, ഷേ, അയാൾ ഇങ്ങനൊരാളായിരുന്നു. ഇയാളുടെ കൂടെയല്ലേ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയത്. അവൾക്ക് ആലോചിക്കും തോറും അവനുള്ള വെറുപ്പ് വർദ്ധിച്ചു വന്നു. എന്നാൽ വീട്ടിൽ തിരിച്ചെത്തിയ റഫീഖ് ആ നിമിഷത്തെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. താൻ ചെയ്തത് മോശമായി പോയോ? എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ കയറിപ്പറ്റണം. ഇന്നത്തെ സംഭവത്തോടു കൂടി റഫീഖിൻ്റെ മനസ്സിൽ ലക്ഷ്മിയോട് പ്രണയവും മറ്റെന്തൊക്കെയോ തോന്നാൻ തുടങ്ങി. അവൻ്റെ മനസ്സിൽ അവളെ ആരാധിക്കാൻ തുടങ്ങി. അവൻ്റെ ആദ്യത്തെ ലക്ഷ്യം രാജുവിൽ നിന്നും അവളെ അകറ്റുക എന്നാണ്. അതിനുവേണ്ടി അവൻ കരുക്കൾ നീക്കി. അടുത്ത ദിവസം സമയം രാത്രി 7 മണി. രാജുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, തിരക്കായിരിക്കും. എന്തായാലും ഇപ്പോൾ 2 ദിവസമായിട്ടില്ലേ വിളിച്ചിട്ട്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അവൾ ഫോണെടുത്ത് രാജുവിനെ വിളിച്ചു. റിങ്ങുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അവൾ രണ്ടാമതും വിളിച്ചു. കോള് കണക്റ്റായി. ഹലോ, പറയടോ. ഏട്ടാ, ഒന്നുമില്ല.
2 ദിവസമായിട്ട് ഒരറിവുമില്ലല്ലോ. തിരക്കിനിടയിൽ ശല്യമാണെന്ന് കരുതിയ ഞാൻ വിളിക്കാതിരുന്നത്. ഏട്ടൻ ഫ്രീ ആകുമ്പോഴൊന്ന് ഇങ്ങോട്ട് വിളിച്ചൂടെ? ആ, അതേതായാലും നന്നായി. ഇയാൾക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. ഇനിയിപ്പോൾ വിളിച്ചാലും തനിക്ക് എന്താ ചോദിക്കാനുള്ളത്? ഫുഡ് കഴിച്ചോ? ടാബ്ലറ്റ് ടൈമിന് കഴിക്കുന്നില്ലേ എന്നൊക്കെയല്ലേ? ആ ആ സമയം കൂടി ഞാൻ പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ, രാജീവ് പറഞ്ഞു. അല്ലേട്ടാ, 2 ദിവസം മുമ്പ് എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. പനിയും തലചുറ്റലും പോലെ തോന്നി. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുന്ന് ട്രിപ്പിട്ടു. എടോ, ഞാൻ തന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് പകരം എൻ്റെ അമ്മയുടെ കൂടെ ചെന്ന് നിൽക്കാൻ. താനത് കേട്ടില്ല. എനിക്കെന്തായാലും ജോലി കഴിഞ്ഞ് 24 മണിക്കൂറും ഇയാളെ നോക്കി വീട്ടിലിരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ തലചുറ്റി അവിടെ വല്ലതും ബോധം കെട്ട് വീണിടുന്നെങ്കിൽ എന്ത് ചെയ്താനേ? ഒറ്റ മനുഷ്യൻ അടുക്കാത്ത സ്ഥലമാ, രാജീവ് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് ലക്ഷ്മി, അതേട്ടാ, അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന് ഏട്ടൻ അറിയില്ലേ? ഏട്ടൻ ഇതുവരെ കുഞ്ഞുണ്ടാവാത്തത് എൻ്റെ കുറ്റം കൊണ്ടാണെന്നാണ് അമ്മ ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് തന്നെ വിളിക്കാത്തത്. വെറുതെ ആവശ്യമില്ലാതെ ഓറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കും. സോറി ഏട്ടാ, ഞാനെൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. തനിക്ക് മാത്രമേ ഉള്ളൂ ഈ വിഷമം. തനിക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഫോൺ കട്ടാക്കുക. അയ്യോ ഏട്ടാ, ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഇളയമ്മയെ വിളിച്ചിരുന്നു. രോഹിണിക്ക് ഒരു ബന്ധം ഒത്തു വന്നിട്ടുണ്ടെന്ന്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിയാലോ. കുറച്ച് പണം കടമായി കൊടുക്കാൻ പറ്റുമോ എന്ന് ഏട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. ഇത് കേട്ടതും രാജീവ് മനസ്സിൽ, ഓഹ്, ഇവറ്റകൾക്ക് ഒരു നാണവുമില്ലേ? ചേച്ചിയുടെ മകളെ കിട്ടുന്ന പേരും പറഞ്ഞ് എന്നോട് ക്യാഷ് ചോദിക്കാൻ. എടോ, അതിന് എൻ്റെ കയ്യിൽ എവിടുന്ന ക്യാഷ്? ഞാൻ ഇപ്പോൾ ആകെ ടൈറ്റില്ല. അവരോട് വേറെ എന്തെങ്കിലും വഴി നോക്കാൻ പറ, രാജീവ് പറഞ്ഞു. അതല്ല ഏട്ടാ, എൻ്റെ സ്വർണം കുറച്ച് കാണുമല്ലോ. കുറേയൊക്കെ വിറ്റും പണയം വെച്ചും തീർന്നു. ഇപ്പോൾ ഉള്ളത് എങ്ങനെ നോക്കിയാലും ഒരു 7-8 പവൻ കാണും. അതിൽ നിന്നും അവർക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? ഓ, അപ്പോൾ താൻ ഇതിനെല്ലാത്തിനും കണക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ തൻ്റെ എന്നൊക്കെ. ആ സ്വർണം ഞാൻ മറ്റൊരാവശ്യത്തിനായി വെച്ചിരിക്കുന്നതാ. തനിക്കത്ര നിർബന്ധമാണെങ്കിൽ അതങ്ങ് കൊടുത്തേക്ക്, ഞാൻ വെക്കുക. അവൻ്റെ ശബ്ദമുണർന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അത് പറഞ്ഞത്. ഹലോ ഏട്ടാ, വെക്കല്ലേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച്. അവൾ പറഞ്ഞു തീർക്കും മുമ്പേ അവൻ കോള് കട്ടാക്കി. ലക്ഷ്മിക്ക് ഒരടി കിട്ടിയ പോലെ അനുഭവപ്പെട്ടു. താൻ പറയുന്നതൊന്നും തൻ്റെ ഭർത്താവ് മുമ്പും കേട്ടിട്ടില്ല. പക്ഷേ അതുപോലെയല്ല ഇത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ കുഞ്ഞനുജത്തിയുടെ കാര്യത്തിനായി തൻ്റെ ഇളയമ്മ ജീവിതത്തിൽ ആദ്യമായാണ് തന്നോട് ഒരു സഹായം ചോദിക്കുന്നത്. ഒരിക്കലും അത് പറ്റില്ലെന്ന് പറയാൻ അവൾക്കാവില്ല. ലക്ഷ്മിക്ക് ആലോചിക്കും തോറും നിരാശ വർദ്ധിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് രാത്രിയോടെ രാജീവ് തിരിച്ച് നാട്ടിലെത്തും. ലക്ഷ്മി കുളിച്ചമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് ഒരു കസവ് സാരി വേഷത്തിൽ ഫോണിൽ പാട്ടും കേട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം അവൾ കേട്ടത്. അവൾ ചെന്ന് വാതിൽ തുറന്നതും കാണുന്നത് താൻ അടിച്ചിറക്കി വിട്ട ഇനി ഒരിക്കലും കാണേണ്ടി വരില്ലെന്ന് മനസ്സിലുറപ്പിച്ച ആ ശല്യത്തെയാണ്. 2 ദിവസത്തിന് ശേഷം ഇന്ന് രാത്രിയോടെ രാജീവ് തിരിച്ച് നാട്ടിലെത്തും. ലക്ഷ്മി കുളിച്ചമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞ് ഒരു കസവ് സാരി വേഷത്തിൽ ഫോണിൽ പാട്ട് കേട്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം അവൾ കേട്ടത്. അവൾ ചെന്ന് വാതിൽ തുറന്നതും കാണുന്നത് താൻ അടിച്ചിറക്കി വിട്ട ഇനി ഒരിക്കലും കാണേണ്ടി വരില്ലെന്ന് മനസ്സിലുറപ്പിച്ച ശല്യത്തെയാണ്. ഡോ, ഇയാളോട് പറഞ്ഞ മനസ്സിലാവില്ലേ? ഇറങ്ങിപ്പോടോ, ലക്ഷ്മി വീണ്ടും റഫീഖിനോട് പറഞ്ഞു. ലക്ഷ്മി പ്ലീസ്, ഞാൻ പൊക്കോളാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് താനൊന്ന് കേൾക്കണം. ചില കാര്യങ്ങൾ ലക്ഷ്മി അറിയണം, റഫീഖ് പറഞ്ഞു. എനിക്കൊന്നും അറിയണ്ട. ഇയാൾ എന്നോടൊന്നും പറയും വേണ്ട. ഇയാളുടെ ഈ അസുഖത്തിന് മരുന്നില്ല. മര്യാദക്ക് പോവാനാണ് ഞാൻ പറഞ്ഞത്, ലക്ഷ്മി ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പോൾ ഇയാൾക്ക് ഞാനൊരു മോശപ്പെട്ട ആളായി. അന്ന് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ താൻ ഇതുപോലെ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടാവില്ല. എൻ്റെ ലക്ഷ്യം ഇയാളെ സ്വന്തമാക്കുക എന്നാണെങ്കിൽ അന്ന് ആ ബോധാവസ്ഥയിൽ തെല്ലും എതിർക്കാൻ ശക്തിയില്ലാത്ത തന്നോട് ഏതെങ്കിലും തരത്തിൽ ഞാൻ മോശമായി പെരുമാറിയോ? ശക്തി കൊണ്ട് തന്നെ കീഴടക്കണമെങ്കിൽ അന്ന് എന്നെ തല്ലിയ ദിവസം തന്നെ എനിക്കത് ആവാമായിരുന്നു.
റഫീഖ് പറഞ്ഞത് കേട്ടപ്പോൾ ലക്ഷ്മി ഒന്നടങ്ങി. അവൾ അപ്പോഴാണ് അതേപ്പറ്റി ആലോചിച്ചത്. പറഞ്ഞത് ശരിയാണ്. അയാൾ ആരോഗ്യവാനാണ്. അയാളൊരു കൈ മാത്രം മതി തന്നെ കീഴ്പ്പെടുത്താൻ. ലക്ഷ്മി നിശബ്ദമായി നിൽക്കുന്നത് കണ്ട് റഫീഖ് വീണ്ടും തുടർന്നു. ചെയ്ത തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല ലക്ഷ്മി. ഇയാളുടെ മനസ്സുകൊണ്ട് 100 വട്ടം ഇതിനോടകം തന്നെ ഞാൻ മാപ്പ് ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോറി ലക്ഷ്മി, താൻ എന്നോട് ക്ഷമിക്കണം. ഇനിയും ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ എന്നെ തല്ലിക്കോളൂ. ലക്ഷ്മിയുടെ ദേഷ്യം മാറുന്നവരെ എന്നെ തല്ലിക്കോളൂ. റഫീഖിൻ്റെ സംസാരം കേട്ടപ്പോൾ അവളുടെ മനസ്സലിഞ്ഞു. എന്നോടെന്നല്ല, ഒരു പെണ്ണിനോടും ഇതുപോലെ ചെയ്യാൻ പാടില്ല, ലക്ഷ്മി പറഞ്ഞു. ഒരിക്കലും ഇല്ല ലക്ഷ്മി, ഇതെനിക്ക് ജീവിതത്തിൽ ആദ്യമായി പറ്റിപ്പോയ ഒരബദ്ധമാണ്. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശരി, പൊക്കോളൂ. ലക്ഷ്മി, അത് പിന്നെ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാ. എന്ത് കാര്യം? അത് ലക്ഷ്മി, ഞാൻ പറയുന്ന ഈ കാര്യം താൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ലക്ഷ്മി ഒന്നും മിണ്ടാതെ അയാളെ രൂക്ഷമായി നോക്കി. അത് കണ്ട് റഫീഖ് തുടർന്നു. ലക്ഷ്മി, അത് പിന്നെ എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് വെച്ചാൽ നിക്കാഹ് ചെയ്യാനുള്ള ഇഷ്ടം. ലക്ഷ്മിയെ എനിക്ക് വേണം, എൻ്റെ സ്വന്തമായിട്ട്. നിർത്തടോ, തനിക്കെന്താ? തനിക്ക് സുഖമില്ലേ? താനിത് ആരോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തനിക്കൊരു ചിന്തയുണ്ടോ? ലക്ഷ്മി വീണ്ടും ദേഷ്യപ്പെട്ടു. ഞാനെല്ലാം ആലോചിച്ചിട്ട് തന്നെയാ പറഞ്ഞത്. ശരിയാണ്, ലക്ഷ്മി മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. പക്ഷേ എനിക്കിതുവരെ മറ്റൊരു പെണ്ണോടും തോന്നാത്ത ഒരടുപ്പം ലക്ഷ്മിയോട് തോന്നിപ്പോയി. നിർത്ത്, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ കരുതുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. നിങ്ങളിപ്പോൾ ഈ നിമിഷം തന്നെ ഇവിടെ നിറങ്ങണം. ലക്ഷ്മി, എൻ്റെ ഉള്ളിലെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു. പക്ഷേ താൻ അതിനുള്ള മറുപടിയും തന്നു. പക്ഷേ എന്നെ ഇറക്കി വിടും മുമ്പ് താൻ ഇതൊന്ന് കാണാൻ മനസ്സ് കാണിക്കണം. റഫീഖ് വീഡിയോ പ്ലേ ചെയ്തു. അതിലുള്ള ദൃശ്യങ്ങൾ കണ്ട് ലക്ഷ്മി ഞെട്ടിത്തരിച്ചു. തൻ്റെ ഭർത്താവും വേറൊരു സ്ത്രീയുമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. ഇതെല്ലാം കണ്ട് ലക്ഷ്മി ഞെട്ടി നിൽക്കുകയാണ്. പെട്ടെന്നൊരു ഒറ്റ അലർച്ചയായിരുന്നു ലക്ഷ്മി. കണ്ണടച്ച് ചെവി പൊത്തിക്കൊണ്ട് അവൾ അലറി വിളിച്ചു. ലക്ഷ്മി, എന്താ പറ്റിയേ? താൻ ഓക്കെ അല്ലേ? റഫീഖ് ചോദിച്ചു. അവളുടെ പ്രതികരണം കണ്ട് റഫീഖും ആകെ ഭയന്നിരുന്നു. ലക്ഷ്മി ഓടി സ്റ്റെയർ കേസ് കയറി ടെറസിന് മുകളിലെത്തി. റഫീഖും അവളുടെ പിന്നാലെ ഓടി. ലക്ഷ്മി, നിൽക്ക്, എങ്ങോട്ടാ ഓടുന്നേ? പറയുന്നൊന്ന് കേക്ക്. ലക്ഷ്മി റഫീഖ് പറയുന്നത് ഗൗനിക്കാതെ സ്റ്റെയർ കേസ് കയറി ടെറസിലെത്തി. അവൾ ടെറസിൻ്റെ മേലിൽ നിന്നും ചാടാൻ ഒരുങ്ങിയതും റഫീഖ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ലക്ഷ്മി, താനെന്ത് മണ്ടത്തരമാ ഈ കാണിക്കുന്നേ? തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? പെട്ടെന്ന് ലക്ഷ്മി പൊട്ടിക്കരയാൻ തുടങ്ങി. ലക്ഷ്മി, എന്ത് തെറ്റ് ചെയ്തിട്ടാ താനിങ്ങനെ കരയുന്നത്? തെറ്റ് ചെയ്തത് അവനാണ്, രാജീവ്. ഇത്രയും സൗന്ദര്യവും സ്വഭാവ ഗുണമുള്ള ഭാര്യ ഉണ്ടായിട്ടും അവൻ തന്നെ ചതിച്ചു, റഫീഖ് പറഞ്ഞു. അത് കേട്ട് ലക്ഷ്മി പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോകണം പ്ലീസ്. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. എന്നെ ഒന്ന് വെറുതെ വിട്. ലക്ഷ്മി കൈ കൂപ്പിക്കൊണ്ട് റഫീഖിനോട് പറഞ്ഞു. ഓക്കെ, കൂൾ ഡൗൺ, ഞാൻ പൊക്കോളാം. പക്ഷേ ഇപ്പോൾ കാണിച്ചു പോലുള്ള മണ്ടത്തരം ഇനിയും കാണിക്കരുത്. തൻ്റെ ജീവിതം ഇങ്ങനൊരുത്തിന് വേണ്ടി അവസാനിപ്പിക്കാനുള്ളതല്ല. ലക്ഷ്മി ഒന്നും മറുപടിയായി മിണ്ടാതെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ടുകൊണ്ട് നിന്നു. റഫീഖ് മനസ്സിൽ, മോളെ ലക്ഷ്മി, നീ റഫീഖിനുള്ളതാ എന്ന് പറഞ്ഞു. എങ്കിൽ ലക്ഷ്മി, ഞാൻ ഇറങ്ങാം. എന്താവശ്യമുണ്ടെങ്കിലും ഇയാൾക്കെന്നെ ഈ നമ്പറിൽ വിളിക്കാം. റഫീഖ് അവൻ്റെ കാർഡ് അവൾക്ക് നേരെ നീട്ടി. എന്നാൽ ലക്ഷ്മി അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവൻ ആ കാർഡ് അവിടെ കിടന്നിരുന്ന ഒരു പഴയ ചെയറിൻ്റെ മേലിൽ വെച്ച് മടങ്ങി. തിരികെ വീട്ടിലെത്തിയതും റഫീഖ് സന്തോഷത്തിൻ്റെ കൊടുമുടിയിലെത്തി. അവൻ്റെ ഇന്നത്തെ പ്രവൃത്തി ലക്ഷ്മിയുടെ മനസ്സിൽ രാജീവിനോട് വലിയ രീതിക്കുള്ള അകൽച്ച ഉണ്ടാക്കുമെന്ന് അവൻ കണക്കുകൂട്ടി. റഫീഖ് ഉടൻ തന്നെ ഫോണെടുത്ത് ഇതിനെല്ലാം കാരണക്കാരനായ തൻ്റെ സുഹൃത്ത് പോളിനെ വിളിച്ചു. റഫീഖിനും രാജീവിനോടൊപ്പം പണ്ടു മുതൽക്കേ ജോലി ചെയ്തിരുന്നവനാണ് പോള്. ഇപ്പോൾ രാജീവിന് കീഴിലാണ് അവൻ്റെ ജോലി. ഹലോ പോളെ, പറയടാ, എന്തായി കാര്യങ്ങൾ?
പോൾ ചോദിച്ചു. കാര്യങ്ങളൊക്കെ എൻ്റെ പ്ലാൻ പോലെ തന്നെ. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇത്രയും റിസ്ക് എടുത്ത് നീ എനിക്ക് വേണ്ടി ആ വീഡിയോ എടുത്ത് തന്നല്ലോ. ആടാ, അവൻ്റെ കുടുംബം കലക്കാൻ വേണ്ടിയല്ലേ. അത് എൻ്റെ കൂടെ ആവശ്യമാണ്. പോൾ ദേഷ്യത്തോടെ റഫീഖിനോട് പറഞ്ഞു. പിന്നെ റഫീഖെ, നീ അതൊരു കാരണവശാലും പുറത്തു വിടരുത്. വിട്ട എൻ്റെ പണി പോകുന്ന കേസാണ്. ഏയ്, ഒരിക്കലും ഇല്ലടാ. കൂടെ നിൽക്കുന്നവരെ ഞാൻ ചതിച്ച ചരിത്രമില്ല, റഫീഖ് പറഞ്ഞു. അല്ല റഫീഖെ, ഇതിന് പിന്നിൽ അവൻ്റെ കുടുംബം കലക്കുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ നിൻ്റെ മനസ്സിൽ? പോൾ അവനോട് ചോദിച്ചു. അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? നിനക്കറിയില്ലേ അവനെന്നോട് ചെയ്തത്? എൻ്റെ പ്രൊമോഷൻ എന്നിൽ നിന്നും തട്ടിയെടുത്തവനാ. അവൻ്റെ നാശം എനിക്കെങ്ങനെയും കാണണം. ഈ വീഡിയോ അവനെയും അവൻ്റെ ഭാര്യയ്ക്കിടയിലും പൊട്ടിത്തെറികൾ ഉണ്ടാക്കും. അങ്ങനെ അവരടിച്ചു പിരിയും. ലക്ഷ്മിയുടെ കാര്യം അവൻ മനഃപൂർവ്വം പോളിൽ നിന്നും മറച്ചു വെച്ചു. നല്ല കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് ഞാനും ഇതിന് കൂട്ടു നിൽക്കുന്നേ. ആ പെണ്ണറിയണം അവൻ്റെ തനി സ്വഭാവം. എന്തായാലും നീ ആ കമ്പനിയിൽ തന്നെ തുടർന്നത് നന്നായി. നിനക്കറിയാം, അവൻ്റെ ആട്ടും തുപ്പും സഹിക്കുന്നത് ഞാനല്ലേ. പണ്ട് തോളിൽ കൈയിട്ട് നടക്കുന്ന കൂട്ടുകാരാണെന്ന് പോലും ഓർക്കാതെ അവൻ എന്നെക്കൊണ്ട് അവനെ സാറേ എന്നാണ് വിളിപ്പിക്കുന്നത്, പോള് പറഞ്ഞു. നിനക്കവിടെ തീരെ പറ്റുന്നില്ലെങ്കിൽ നീ എൻ്റെ കൂടെ അങ്ങ് കൂടിക്കോ. റിസോർട്ടിലെ മാനേജറായിട്ട് നിനക്ക് ഞാൻ ജോലി തരാം, റഫീഖ് പറഞ്ഞു. ആടാ, അതൊക്കെ നമുക്ക് ആലോചിക്കാം. അതിനു മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം മറന്നിട്ടില്ലല്ലോ? ഏയ് ഇല്ലടാ, റിസോർട്ടിലെ നിൻ്റെ സ്റ്റേ അല്ലേ. നീ 2 ദിവസമാക്കണ്ട, 2 ആഴ്ച നിന്നോ, റഫീഖ് പറഞ്ഞു. അവിടെ നിന്നാൽ മുതലായിരിക്കുമെന്നാണെങ്കിൽ ഞാൻ നിന്നിരിക്കും. നിൻ്റെ റിസോർട്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അടിപൊളിയാണല്ലേ. ആടാ, നീ വാ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാനിവിടെ സെറ്റാക്കാം. ഓഫ് എൻ്റെ മോനെ, കേട്ടിട്ട് തന്നെ രോമാഞ്ചം വരുന്നു. റഷ്യയിൽ നിന്നോ ജപ്പാനിൽ നിന്നൊക്കെ ഉള്ളത് അവിടെ ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ റെഡിയാക്കി നിർത്തിക്കോട്ടോ, പോള് പറഞ്ഞു. ആടാ, ശരിയാക്കാം, നീ വാ. ആ ശരിയടാ. റഫീഖ് കോള് കട്ടാക്കിയ ശേഷം അവൻ ലക്ഷ്മിയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. മുല്ലപ്പൂ വാസനയുള്ള അവളെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അവൻ്റെ ആൾ തലപൊക്കി. ഈ സമയം ലക്ഷ്മി ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. തൻ്റെ ഇതുവരെയുള്ള ദാമ്പത്യ ജീവിതത്തിൽ താൻ ചതിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സത്യം അവൾ മനസ്സിലാക്കി. രാത്രി 9:30 കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം മുഴങ്ങി. ലക്ഷ്മി വാതിൽ തുറന്നു. തന്നെ ഇത്രയും കാലം വഞ്ചിച്ച തൻ്റെ ഭർത്താവ് രാജീവ് ബിസിനസ് ട്രിപ്പിന് ശേഷം മടങ്ങിയെത്തിയിരിക്കുന്നു. അവൾ മറ്റൊന്നും മിണ്ടിയില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവൾ അവൻ്റെ മുന്നിൽ നിന്നും റൂമിലേക്ക് നടന്നു. രാജീവിന് എന്തോ പന്തികേട് തോന്നി. 2 ആഴ്ച കഴിഞ്ഞ് വീട്ടിൽ വരുന്ന അവനോട് ലക്ഷ്മി ഒന്നും തന്നെ മിണ്ടാൻ കൂട്ടാക്കിയില്ല. എടോ, നല്ല ക്ഷീണം, ഞാനിന്ന് കുളിച്ചിട്ട് വരാം. താൻ എന്തെങ്കിലും ഫുഡ് എടുത്ത് വെക്ക്, വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല, രാജീവ് പറഞ്ഞു. ലക്ഷ്മി അവൻ പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ പോയി സോഫയിൽ കിടന്നു. രാജീവ് കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് കിടന്നുറങ്ങുന്ന ലക്ഷ്മിയാണ്. അവൻ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം അരിച്ചു പെറുക്കി. എന്നാൽ അതെല്ലാം കാലിയായിരുന്നു. അവന് നല്ല ദേഷ്യം കയറി. അവൻ മറ്റൊന്നും പറയാതെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ച് തിരികെ വന്നു. ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങി. ലക്ഷ്മി അന്ന് സോഫയിൽ തന്നെയാണ് ഉറങ്ങിയത്. പിറ്റേ ദിവസം രാജീവ്, എൻ്റെ കോഫി എവിടെ? ശബ്ദമുയർത്തിയാണ് അവനത് ചോദിച്ചത്. ലക്ഷ്മി അപ്പോഴും ഒന്നും മിണ്ടാതെ കിടക്കാണ്. ഡി, നീ ചോദിച്ചത് കേട്ടില്ലേ? എന്തെങ്കിലും ചോദിച്ചാൽ നിനക്ക് മറുപടി പറഞ്ഞൂടെ? പ്രതികരണം ഉണ്ടായില്ല. രാജീവ് മുരണ്ടുകൊണ്ട് ഓഫീസിലേക്ക് പോയി. അവൾക്ക് മുന്നിൽ ഇനി എന്തെന്നറിയില്ല. അവൾ ആകെ മരവിച്ച പോലെ ഇരുന്നു. അപ്പോഴാണ് പുറത്ത് ഒരു വണ്ടിയുടെ ശബ്ദം ലക്ഷ്മി കേൾക്കുന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അത് റഫീഖിൻ്റെ വണ്ടിയാണെന്ന്. അവൾ കണ്ണീർ തുടച്ച് കോളിംഗ് ബെല്ലിലെ ശബ്ദം കേൾക്കാനായി കാത്തിരുന്നു. കോളിംഗ് ബെല്ല് കേട്ടതും അവൾ വന്ന് ഡോർ തുറന്നു. ഡോർ തുറന്ന ലക്ഷ്മിയെ കണ്ട് റഫീഖ് ചോദിച്ചു, ലക്ഷ്മി, ഞാൻ എന്തായി കാണുന്നേ? ഇന്നലെ ഞാൻ കണ്ട ആളല്ലല്ലോ ഇത്. ലക്ഷ്മി അപ്പോഴും മൗനമായി നിന്നു. അവൾ റഫീഖിനെ നോക്കി. അവൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. എനിക്ക് അകത്തേക്ക് വരാമോ? റഫീഖ് ചോദിച്ചു. വരൂ, ലക്ഷ്മി പറഞ്ഞു.
റഫീഖ് അകത്തേക്ക് കയറി. ലക്ഷ്മി എന്തിനാ ഇങ്ങനെ ഡെസ്പാകുന്നേ? അവൻ ലക്ഷ്മിയെ അർഹിക്കുന്നില്ല. ഇയാളുടെ വില അവൻ അറിയില്ല. റഫീഖ് എരുതിയിൽ എണ്ണ ഒഴിച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ വന്നത് ലക്ഷ്മിക്ക് ഒരു സാധനം തരാനാ. അവൻ ആ ഗിഫ്റ്റ് അവൾക്ക് നേരെ നീട്ടി. എന്താ ഇത്? ലക്ഷ്മി ചോദിച്ചു. തുറന്നു നോക്ക്. സോറി, എനിക്കിതൊന്നും വേണ്ട. അങ്ങനെ പറയല്ലേ, ഞാൻ ആഗ്രഹിച്ചു വാങ്ങിയതാ. തന്നെ ആദ്യമായി കണ്ടപ്പോൾ മുതൽ മനസ്സിൽ കരുതിയതാ തനിക്കെന്തെങ്കിലും ഗിഫ്റ്റ് തരണമെന്ന്. നോക്കൂ, ഞാനിപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങാനുള്ള മാനസികാവസ്ഥയിലല്ല, ലക്ഷ്മി പറഞ്ഞു. എനിക്കറിയാം ലക്ഷ്മി, എങ്കിലും താനത് നിരസിച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. എനിക്ക് ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ്. ലക്ഷ്മി മടിച്ചുകൊണ്ടാണെങ്കിലും അത് വാങ്ങി. ആ സമയം റഫീഖിൻ്റെ മനസ്സിൽ അവൻ ആഹ്ലാദിക്കുകയായിരുന്നു. ലക്ഷ്മി ഇങ്ങനെ വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരുന്നാൽ വീണ്ടും ഓരോ വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ വരും. ഇയാൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ? എങ്ങോട്ട്? ലക്ഷ്മി ചോദിച്ചു. എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ, ബീച്ചിലോ പാർക്കിലോ, അങ്ങനെ കുറച്ച് സമാധാനം കിട്ടുന്ന എവിടേക്കെങ്കിലും. ലക്ഷ്മി ഒന്നും മിണ്ടാതെ സ്തംഭിച്ചു നിന്നു. ലക്ഷ്മി എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരുമോ? ഇയാളുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകും. നിങ്ങളത് എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയെങ്കിലും എന്നൊരു അന്യനായി കാണാതിരുന്നൂടെ? അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കണ്ടൂടെ? ഒന്ന് പുറത്തു പോയി ഉടനെ തിരിച്ചുകൊണ്ട് ആക്കിയേക്കാം. ലക്ഷ്മി ഒന്ന് മൂളി. റഫീഖ് മനസ്സിൽ, നിന്റെ പ്ലാൻ വർക്കായി മോനെ എന്ന് പറഞ്ഞു. വാ, എന്നാൽ നമുക്ക് പോകാം. റഫീഖ് അവൾക്കായി വണ്ടിയുടെ ഡോർ തുറന്നു കൊടുത്തു. യാത്രക്കിടയിൽ അവർ രണ്ടുപേരും തമ്മിൽ ഒന്നും മിണ്ടിയില്ല. വണ്ടി ഓടിച്ച് ഒരു ബീച്ചിലെത്തി. റഫീഖ് അവളോട് പറഞ്ഞു, വാ ഇറങ്ങ്. രണ്ടുപേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി നടക്കാൻ ആരംഭിച്ചു. ലക്ഷ്മി അവളുടെ ഭർത്താവോടൊപ്പം അവസാനമായി പുറത്തിറങ്ങിയത് എപ്പോഴാണെന്ന് മറന്നിരിക്കുന്നു. എന്താ ലക്ഷ്മി ഒന്നും മിണ്ടാത്തത്? റഫീഖ് ചോദിച്ചു. നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്നവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്, ലക്ഷ്മി പറഞ്ഞു. അതൊക്കെ മറക്കാനല്ലേടോ നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടും ഇതൊക്കെ പറയുന്നത് എന്തിനാ? ലക്ഷ്മി തിരമാലകൾ ആസ്വദിച്ച് നിന്ന് അവർ വീണ്ടും നടക്കാൻ ആരംഭിച്ചു. നടക്കുമ്പോൾ റഫീഖ് ലക്ഷ്മിയുമായി ഒട്ടിച്ചേർന്ന് നടക്കാൻ ശ്രമം നടത്തി. എന്നാൽ ലക്ഷ്മി അകന്നു മാറിയത് കണ്ട് റഫീഖ് ആ ശ്രമം നിർത്തി. ഞാൻ ആരുമല്ലായിരുന്നിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടി. ലക്ഷ്മി എനിക്ക് ആരുമല്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ ആദ്യമായി സ്നേഹിച്ച പെണ്ണ് ലക്ഷ്മിയാണ്. ജീവിതത്തിൽ ഇതുവരെ മറ്റൊരു പെണ്ണോടും ഉണ്ടാവാത്ത ഒരു പ്രത്യേകതരം പ്രേമാണ് എനിക്ക് തന്നോട്. അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഇഷ്ടം ആത്മാർത്ഥമായിരിക്കാം, പക്ഷേ ഞാനൊരു ഭാര്യയാണ്. എന്നിട്ട് ഈ ഭാര്യയോട് ഭർത്താവ് ചെയ്തത് എന്താ? ലക്ഷ്മി കാണിക്കുന്നതിൻ്റെ 100-1 ആത്മാർത്ഥമെങ്കിലും അവന് ലക്ഷ്മിയോട് തിരിച്ച് കാണിക്കുന്നുണ്ടോ? റഫീഖ് അവളോട് ചോദിച്ചു. ഒരാൾ ചതിച്ചു എന്നത് ഒരിക്കലും മറ്റൊരാൾക്ക് ചതിക്കാനുള്ള ന്യായീകരണമല്ല, ലക്ഷ്മി പറഞ്ഞു. അതിന് ഇതിലെവിടെയാ ചതി? അവൻ ഇയാളുമായി കമ്മിറ്റഡായിരിക്കെ തന്നെ വേറൊരു പെണ്ണുമായി ബന്ധത്തിന് പോയി. ഇയാൾ അതുപോലെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. അവനെ ലീഗലായി ഉപേക്ഷിച്ച ശേഷം ഞാൻ തന്നെ അന്തസ്സായി നോക്കിക്കോളാം എൻ്റെ പെണ്ണായിട്ട്. ഒന്ന് നിർത്ത്, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം, ലക്ഷ്മി പറഞ്ഞു. അയ്യോ സോറി ലക്ഷ്മി, തനിക്ക് അൺകംഫർട്ടബിൾ ആയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നമുക്ക് തിരിച്ചു പോകാം, ലക്ഷ്മി പറഞ്ഞു. ഇത്ര പെട്ടെന്നോ? എങ്കിൽ നിങ്ങളവിടെ നിന്നോളൂ, ഞാനൊരു ടാക്സി പിടിച്ച് പോയിക്കോളാം. അയ്യോ വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാനും എനിക്കറിയാം. അങ്ങനെ അവർ രണ്ടുപേരും വണ്ടിയിൽ കയറി. എൻ്റെ റിസോർട്ടിൽ ഒന്ന് കയറുന്നോ? വെറുതെ ഒന്ന് കണ്ടുകൊണ്ട് പോവാമല്ലോ. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ശരി ആയിക്കോട്ടെ. റഫീഖ് അവളെ തിരികെ അവളുടെ വീട്ടിലേക്ക് സുരക്ഷിതമായി ഡ്രോപ്പ് ചെയ്തു. എന്നാൽ ഞാൻ പോട്ടെ. പിന്നെ ഇനി നിങ്ങൾ എന്നെ കാണാൻ വരരുത്, ലക്ഷ്മി പറഞ്ഞു. അതെന്താ? അവൻ്റെ നെഞ്ചിലാരോ ആനടിച്ച പോലെ തോന്നി അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ.
എൻ്റെ ജീവിതം ഇതാണ്. നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. നിങ്ങൾ നിരാശനാവേണ്ടി വരും. ലക്ഷ്മി പറഞ്ഞു. അത് ലക്ഷ്മി, ഞാൻ... റഫീഖ് നിരാശനായി അവൾ നടക്കുന്നത് നോക്കി നിന്നു. റഫീഖ് ലക്ഷ്മിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തിനായിരിക്കും അവളെ തന്നിൽ നിന്നും പുറകോട്ട് വലിക്കുന്നത്? അവൾ ആ ചതിയനോട് പൊറുക്കാൻ തയ്യാറായത് എന്തിനാവും? എന്തായാലും പെണ്ണ് നല്ല കലിപ്പില്ല. താൻ കൊടുത്ത ഗിഫ്റ്റ് തുറന്നു പോലും നോക്കിക്കാണില്ല. ലക്ഷ്മി വീട്ടിൽ വെച്ച്. താൻ എന്തിനാ എന്നോട് മുഖം വീർപ്പിച്ച് നടക്കുന്നേ? തൻ്റെ ഇളയമയ്ക്ക് സ്വർണം കൊടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണോ? രാജീവ് അവളോട് ചോദിച്ചു. ലക്ഷ്മി മാനുമായി തന്നെ നിന്നു. അത് കണ്ട രാജീവിന് ദേഷ്യം കയറി. എന്തെങ്കിലും ഒന്ന് വാതുറന്ന് പറയുന്നുണ്ടോ? എന്നെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. നിങ്ങളുടെ എല്ലാ അഴിഞ്ഞാട്ടവും എനിക്കറിയാം. ഇനിയും ഞാൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട, ലക്ഷ്മി ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ആദ്യമായിട്ടാണ് രാജീവിനോട് കയർക്കുന്നത്. അവളുടെ പ്രതികരണം കണ്ട രാജീവ് ശരിക്കും നെട്ടി. അവനാകെ പതറിപ്പോയി. ലക്ഷ്മി റൂമിൽ കയറി കഥ കടച്ചു. എന്നാലും എന്തായിരിക്കും ഇവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണം? മരിയെക്കുറിച്ച് അവൾ അറിഞ്ഞു കാണുമോ? ഏയ്, അതിന് സാധ്യതയില്ല. എങ്ങനെ അറിയാനാ? മറ്റെന്തെങ്കിലും കാര്യമാകും. ലക്ഷ്മിയുടെ ഫോൺ റിങ് ചെയ്തു. പ്രതീക്ഷിച്ചപ്പോൾ തന്നെ ഇളയമ്മയാണ്. ഇളയമ്മയോട് താൻ ഇനി എന്തുത്തരം പറയും? ഇങ്ങനെ ഒരാളോട് എങ്ങനെ ഇനിയും ക്യാഷ് ചോദിക്കും? ഇല്ല, അതിനെനിക്ക് സാധിക്കില്ല, അവൾ മനസ്സിലുറപ്പിച്ചു. രാജീവ് ഓഫീസിലെത്തി. മരിയ അവൻ്റെ റൂമിലേക്കും എത്തി. സാർ, എന്താ സാർ, എന്താ പറ്റിയത്? 2 ദിവസമായിട്ട് ആകെ അപ്സെറ്റാണല്ലോ, രാജീവിനോട് മരിയ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടോ, ഐ ആം ഫൈൻ. കള്ളം പറയണ്ട. എന്തോ ഉണ്ട്. സാറിനോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയണ്ട. ഏയ്, നത്തിങ് ലൈക്ക് ദാറ്റ്. ലക്ഷ്മി നമ്മുടെ സീക്രട്ട് മനസ്സിലാക്കിയെന്നൊരു സംശയം, രാജീവ് പറഞ്ഞു. എന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? അവരെന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല, പക്ഷേ അവളുടെ സ്വഭാവത്തിൽ പെട്ടെന്നൊരു വല്ലാത്ത മാറ്റം. കാര്യം ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞതുമില്ല. ചോദിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു. ഓ, സാറിന് അതിൽ വിഷമമുണ്ടോ? മരിയ ചോദിച്ചു. ഏയ് ഇല്ല, എങ്കിലും എൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ അവൾ ശ്രദ്ധിക്കുന്നില്ല. ഫുഡടക്കം എല്ലാം പുറത്തു നിന്നാ. ഇത് കേട്ടതും മരിയയുടെ മനസ്സിൽ ബുദ്ധി ഉദിച്ചു. സാർ, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറേ നാളായി എൻ്റെ ഹൗസ് ഓണർ എന്നോട് വീട് ഒഴിയാൻ പറയുന്നു. ഇതുവരെ പുതിയൊന്നും ശരിയായിട്ടുമില്ല. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ സാറിൻ്റെ വീട്ടിലെ മുകളിലത്തെ നിലയിൽ ഞാൻ റെൻറ്റിന് നിന്നോട്ടെ. ഈ ഏരിയയിൽ അടുത്തെങ്ങും നല്ല വീടും കിട്ടാനില്ല. ചിലതിൻ്റെയൊക്കെ റെൻറ്റ് കേട്ടാൽ തന്നെ നെട്ടും. എൻ്റെ സാലറിയുടെ പകുതി കാണും. എടോ, അത് പ്രശ്നമായാലോ? എന്ത് പ്രശ്നം? ഞാനവിടെ നിന്ന് സാറിൻ്റെ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അവരെന്ത് ചെയ്യാനാ? പോകാനായി ഇപ്പോൾ അവർക്കൊരു വീട് പോലും ഇല്ല. പിന്നെ അത് സാറിൻ്റെ വീടല്ലേ. ആരെ താമസിപ്പിക്കണം, ആരെ ഒഴിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് സാറാ. അവർക്ക് അതിനുള്ള അധികാരമില്ല. എടോ, താൻ പറയുന്നതൊക്കെ ശരിയാ. എന്നാലും ഒരെന്നാലും ഇല്ല. ഞാനവിടെ താമസിക്കുന്നത് സാറിന് ഇഷ്ടക്കേടുണ്ടോ? ഏയ് നോ. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കേടോ. അടുത്ത ദിവസം തന്നെ തൻ്റെ എല്ലാ ലഗേജുമായി മരിയ രാജീവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം മുഴങ്ങി. ലക്ഷ്മി ഡോർ തുറന്നപ്പോൾ കണ്ട മുഖം അവളെ ഞെട്ടിച്ചു. തൻ്റെ ഭർത്താവിനോടൊപ്പം ആ വീഡിയോയിൽ കണ്ട സ്ത്രീ. ഹലോ, രാജീവ് സാറല്ലേ അകത്ത്? മരിയ ചോദിച്ചു. അതിന് മറുപടി പറയും മുമ്പേ ലക്ഷ്മിയുടെ പിറകിൽ നിന്നും രാജീവ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നു വന്നു. ആ, ഇതാര്? മരിയയോ? വാ വാ, അകത്തേക്ക് കയറി. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? രാജീവ് അവളോട് ചോദിച്ചു. മരിയ സ്റ്റെപ്പ് കയറി തുടങ്ങിയതും ലക്ഷ്മി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നിൽക്ക്, നിങ്ങൾ ആരാ? എന്തു വേണം? ലക്ഷ്മി, ഇതിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ. പേര് മരിയ. നമ്മളുടെ മേളത്തെ ഫ്ലോറിൽ കുറച്ച് നാൾ റെൻറ്റിന് താമസിക്കാൻ വന്നതാ, രാജീവ് പറഞ്ഞു. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ലക്ഷ്മി ദേഷ്യത്തോട് ചോദിച്ചു. രാജീവ് ലക്ഷ്മിയുടെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു.
നീ എന്താ ഇവളുടെ മുന്നിൽ എന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണോ? കരങ്ങിയ കണ്ണുകളുമായി ലക്ഷ്മി ചോദിച്ചു. ഇവളുടെ കൂടെ നിങ്ങൾ അമേരിക്കയിൽ കെട്ടിമറിഞ്ഞത് പോരാഞ്ഞിട്ടാണോ ഇവളെ ഇപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് കൂടെ കൂട്ടുന്നത്? അവളത് പറഞ്ഞു തീരുന്ന മുമ്പേ പ്രതീക്ഷിക്കാതെ അവളുടെ കവളിൽ ഒരടി വീണു. ആ അടിയുടെ ആഘാതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ചി, വായടക്കി മിണ്ടാതിരുന്നു. ഇത് എൻ്റെ വീടാണ്. ഇവിടെ ഞാൻ വിചാരിക്കുന്നേ നടക്കൂ. ഞാൻ പറയുന്ന കേട്ട് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇറങ്ങിക്കൊള്ളാം ഈ നിമിഷം തന്നെ, രാജീവ് ദേഷ്യത്തോടെ പറഞ്ഞു. ലക്ഷ്മിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. മരിയ, അകത്തേക്ക് വാ, രാജീവ് അവളെ വിളിച്ചു. തൻ്റെ ഭർത്താവ് ഇത്രയും തരം താഴ്ന്നവനാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ 4 വർഷം ജീവിച്ചതിൽ അവൾക്ക് അവളോട് തന്നെ അറപ്പ് തോന്നി. തൻ്റെ ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്നറിഞ്ഞിട്ടും അയാളുടെ കൂടെ കടിച്ചു തൂങ്ങി ജീവിക്കാൻ അവൾ തീരുമാനിച്ച ദിവസത്തെ അവൾ ശപിച്ചു. എടോ, ചെയ്തത് കുറച്ച് കൂടിപ്പോയോ? രാജീവ് മരിയോട് ചോദിച്ചു. ഏയ്, ഇതാണ് കറക്റ്റ് ലെവൽ, അല്ലെങ്കിൽ അവൾ നാളെ സാറിൻ്റെ തലയിൽ കയറി നിറങ്ങും. എങ്കിലും എടോ, ഞാൻ ആദ്യമായിട്ടാ അയാളെ തല്ലുന്നേ. തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയല്ലേ? ആരോ നമ്മുടെ കാര്യം അവൾക്ക് ചോർത്തി കൊടുത്തിട്ടുണ്ട്. ഓഫീസിൽ തന്നെയുള്ള ആരെങ്കിലും ആകും. അതാരാണെന്ന് കണ്ടുപിടിക്കണം, രാജീവ് പറഞ്ഞു. എനിക്കാ സോഫിയാണ് ഡൗട്ട്. നമ്മുടെ ഓഫീസിൽ അവൾക്ക് മാത്രമേ ലക്ഷ്മിയുമായി കോണ്ടാക്റ്റ് ഉള്ളൂ. ആരായാലും ഞാൻ അവരെ കണ്ടുപിടിക്കും, നല്ല പണിയും കൊടുക്കും, രാജീവ് പറഞ്ഞു. ആ പിന്നെ സാറേ, എൻ്റെ ലഗേജ് പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, അതൊന്നെടുത്ത് മുകളിലേക്ക് കയറ്റിയേക്ക്, മരിയ പറഞ്ഞു. ഞാനോ? അല്ലാതെ പിന്നെ ഇപ്പോൾ വേറെ ആരാ ഉള്ളത്? എനിക്കൊന്ന് ഫ്രഷ് ആകണം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്താനേ. ഓക്കേടോ, താൻ പോയി ഫ്രഷ് ആയിക്കോ, ഞാൻ പോയി ലഗേജ് എടുത്തിട്ട് വരാം. ലക്ഷ്മി അവളുടെ റൂമിലിരുന്നു കൊണ്ട് ആലോചനയിൽ മുഴുകി. ഇനി അവൾക്ക് മുന്നിലുള്ള വഴികൾ എന്താണെന്ന് തലപ്പുകഞ്ഞ് ചിന്തിക്കുകയാണ്. ലക്ഷ്മി മനസ്സിൽ ആലോചിച്ചു. ഇനിയും താൻ ഇവിടെ നിന്നാൽ കാണാൻ പാടാത്ത പലതും കാണേണ്ടി വരും. ആ സ്ത്രീ എല്ലാം മനസ്സിലുറപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഇനിയും ആ അപമാനം താങ്ങാൻ എനിക്കാവില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇളയമ്മയുടെ വീട്ടിൽ പോയാലോ? അവൾ ആലോചിച്ചു. വേണ്ട, അവർ പുറമേ കാണിച്ചില്ലെങ്കിലും താൻ അവർക്ക് ഒരു ബാധ്യതയാവും. 2 പെൺമക്കളുടെ വിവാഹത്തിനായി നെട്ടോട്ടം തേടി നടക്കുന്ന അവരുടെ അടുത്തേക്ക് പോകുന്നില്ലെന്നുള്ളത് താൻ ജീവിതം അവസാനിപ്പിക്കുന്നതാണ്. അവൾ വീണ്ടും മനസ്സിലോർന്ന് ചിന്തിച്ചു. പെട്ടെന്നാണ് അവളുടെ മനസ്സിൽ മറ്റൊരു വഴി തെളിഞ്ഞത്. അവൾ മനസ്സിൽ ചില കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് സ്റ്റെയർ കേസ് വഴി വീടിൻ്റെ സ്റ്റെയറിലെത്തി. അവിടെ ഒരു കസേരയിൽ അന്ന് വന്നപ്പോൾ റഫീഖ് തനിക്ക് നേരെ നീട്ടിയ അവൻ്റെ കോണ്ടാക്റ്റ് കാർഡ് കണ്ടു. അവൾ ഫോണെടുത്ത് ആ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ഹലോ വളരെ താഴ്ന്ന സ്വരത്തിൽ ലക്ഷ്മി പറഞ്ഞു. അത് കേട്ട റഫീഖ് ശരിക്കും ഞെട്ടി. ഹലോ, ഇത് ലക്ഷ്മിയാണോ? അതെ. അയ്യോ, ഞാൻ വല്ല സ്വപ്നം കാണുവാണോ? ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ഇങ്ങനൊരു കോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ ലക്ഷ്മി, എന്താ കാര്യം? റഫീഖ് ആഹ്ലാദപൂർവ്വം ചോദിച്ചു. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ലക്ഷ്മി ചോദിച്ചു. റഫീഖിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അതെന്ത് ചോദ്യ ലക്ഷ്മി, ഞാൻ ദാ എത്തി, വീട്ടിൽ വന്നാൽ പോരെ? ഏയ്, അത് വേണ്ട, ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ കാണും. ആ ശരി ലക്ഷ്മി, ഞാൻ ദാ എത്തിപ്പോയി. ലക്ഷ്മി ഫോൺ വെച്ചു. മനസ്സിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ബാത്റൂമിൽ കയറി ഫ്രഷായി മിററിൽ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇത്രയും കാലം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്ക്. ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങി അലമാര തുറന്ന് റഫീഖ് അവൾക്കായി സമ്മാനിച്ച സമ്മാനപ്പൊതി പൊട്ടിച്ച് തുറന്നു നോക്കി. അതൊരു സാരിയായിരുന്നു, അതും നല്ല ബ്ലാക്ക് കളർ സാരി. അവൾ ഇതുവരെ ഇത്തരത്തിലുള്ള മോഡേൺ ഡ്രസ്സൊന്നും ധരിച്ചിട്ടില്ല. ലക്ഷ്മി ആ വേഷമണിഞ്ഞു. അവൾ അവളെ തന്നെ നോക്കി. ഇത് മറ്റൊരു സ്ത്രീയാണെന്ന് പോലും അവൾ ചിന്തിച്ചു. ലക്ഷ്മി റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. രാജീവ് ഹാളിൽ പത്രം വായിച്ചിരിക്കുകയാണ്. അവളുടെ പുതിയ രൂപം കണ്ട് രാജീവ് ഞെട്ടി. രാജീവ് മനസ്സിൽ പറഞ്ഞു, ഇതെന്ത് കോല?
ഇവൾക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ? താനിത് എങ്ങോട്ടാ? ഇത് ഏത് സാരിയാ? ഇയാളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇമാതിരി സാരിയൊന്നും വാങ്ങരുതെന്ന്? രാജീവ് അവളോട് ചോദിച്ചു. ലക്ഷ്മി ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. ഈ കോലത്തിൽ പുറത്തേക്ക് പോയിട്ട് പിന്നെ ഇവൻ്റെ പടി ചവിട്ടാമെന്ന് കരുതണ്ട. ലക്ഷ്മി അവനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അവൾ നടക്കുന്ന വഴി ചിലർ അവളെ നോക്കുന്നതും അവൾ അറിഞ്ഞു. അതവൾക്ക് പുതിയൊരു ആത്മവിശ്വാസം നൽകി. അങ്ങനെ അവൾ ബസ് സ്റ്റോപ്പിലെത്തി. എപ്പോഴും പലരും അവളെ തന്നെ നോക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞു. അല്പസമയത്തിനു ശേഷം നന്നായി മഴ പെയ്യാൻ തുടങ്ങി. അവൾ ആകെ നനഞ്ഞു. പെട്ടെന്നാണ് മഴയിലൂടെ അവളുടെ മുന്നിലേക്ക് ഒരു ബൈക്ക് വന്ന് നിന്നത്. റഫീഖ് അവളെ അത്ഭുതത്തോടെ നോക്കി. ലക്ഷ്മി, ഇത് ഞാൻ വാങ്ങിത്തന്നതല്ലേ? താനത് ധരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ലക്ഷ്മി, എൻ്റെ വണ്ടി പണിക്ക് കയറ്റിയതാ. ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ കയറാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ലക്ഷ്മി അതിന് ഉത്തരം കൊടുക്കാതെ അവൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ കയറി. അതവന് അതിശയമായി തോന്നി. അവിടെ നിന്നിരുന്ന ആണുങ്ങൾ മുഴുവൻ റഫീഖിനെ അസൂയോടെ നോക്കി. അവൻ വണ്ടി സ്റ്റാർട്ടാക്കി പതിയെ മുന്നോട്ട് പോയി. കുറച്ചു ദൂരം പോയതും ലക്ഷ്മി അവളുടെ കൈ അവൻ്റെ തോളിൽ വെച്ചു. റഫീഖ് മനസ്സിൽ പറഞ്ഞു, ഇതെന്താ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ സ്വപ്നമാണോ? ലക്ഷ്മി, എങ്ങോട്ടാ പോകണ്ടേ? റഫീഖ് ചോദിച്ചു. എങ്ങോട്ടെങ്കിലും, ലക്ഷ്മി പറഞ്ഞു. റഫീഖ് പിന്നെ ഒന്നും നോക്കിയില്ല. വണ്ടി അവൻ്റെ റിസോർട്ടിലേക്ക് കത്തിച്ചു. അവൻ അതിനുള്ളിൽ കയറിയപ്പോൾ തന്നെ റിസോർട്ടിൻ്റെ മാനേജർ വന്നു. സാർ, ഇതെന്താ ഒന്നും പറയാതെ ഈ നേരത്ത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെന്താടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ എനിക്കെൻ്റെ റിസോർട്ടിലേക്ക് വരാൻ പറ്റൂ. അയ്യോ സാർ, അങ്ങനെയല്ല. ആ റൂം നമ്പർ 33 വേക്കൻ്റ് അല്ലേ? ആ അതെ സാർ. അതിൻ്റെ കീങ് എടുക്ക്. മാനേജർ കീ റഫീഖിന് കൊടുത്തു. സാർ, ഇത്? അയാൾ ലക്ഷ്മി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതെൻ്റെ ബീവിയാണ്. ഞങ്ങൾ വിദേശത്ത് വെച്ച് കണ്ടിഷ്ടപ്പെട്ട് കെട്ടിയതാ. ഞാൻ പോന്നിട്ടും ആളവിടെ നിൽക്കായിരുന്നു. ഇപ്പോൾ ഇങ്ങ് നാട്ടിലേക്ക് പോന്നു. ഓ മാഡം, വെൽക്കം, മാനേജർ പറഞ്ഞു. എന്താവശ്യമുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് റിങ് ചെയ്താൽ മതി. ലക്ഷ്മിക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഓരോ ആളുകളും അവളെ VIP ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ഇതിനു മുമ്പ് ഇതുപോലുള്ള ആഡംബര റിസോർട്ടിലൊന്നും അവൾ പോയിട്ടില്ല. അവർ നടന്നുകൊണ്ട് റൂമിൽ കയറി. വളരെ ചിട്ടയോടെ അലങ്കരിച്ച റൂം അവൾ ആ മുറി മുഴുവൻ ഒന്ന് നോക്കിക്കണ്ടു. ഇരിക്കടോ, റഫീഖ് പറഞ്ഞു. അവിടെയുള്ള സോഫയിൽ ലക്ഷ്മി ഇരുന്നു. എൻ്റെ റിസോർട്ട് തനിക്കിഷ്ടമായോ? കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. അവൻ ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്നും ആപ്പിൾ ജ്യൂസ് എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി അവൾക്ക് നേരെ നീട്ടി. ലക്ഷ്മി അത് വാങ്ങി മെല്ലെ അല്പമല്പമായി കുടിച്ചു. ലക്ഷ്മി, എന്താ? എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല. ലക്ഷ്മി ഗ്ലാസ് ടീപ്പോയിൽ വെച്ചതും ആ ഗ്ലാസ് അവനെടുത്തു. എന്നിട്ടവൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. പിന്നീട് അവിടെ നടന്നതെല്ലാം റഫീഖിന് ഒരത്ഭുതമായി തോന്നിയിരുന്നു. ഇത്ര പെട്ടെന്ന് ഇതെല്ലാം നടക്കുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തിരിച്ച് ലക്ഷ്മിയും. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ വീടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.